ജെഫ്രി എപ്സ്റ്റൈൻ. ആരാണ് ഇയാൾ? ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ പേര്. ഒരുപക്ഷെ റീസെൻറ്റ് യു എസ് ഹിസ്റ്ററിയിൽ ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു സെക്സ് പെഡഫീലിയ റിങ് റൺ ചെയ്തെന്ന് പറയുന്നു, ഒരു വലിയ ബ്ലാക്ക് മെയിലിംഗ് സ്ഫിയർ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നു എഗെയിൻസ്റ്റ് പവർഫുൾ പീപ്പിൾ ഓഫ് ദ വേൾഡ്. ഹി വാസ് കൺവിക്റ്റഡ്, ഹി വാസ് ഈവൻ അറസ്റ്റഡ്. എന്നിട്ട് പോലും വൈൽ ബീങ് അറസ്റ്റഡ് ഈ പറയുന്ന പവർഫുൾ പീപ്പിൾ ഓഫ് ദ വേൾഡ് ആയിട്ട് റിലേഷൻസ് കീപ്പ് ചെയ്തെന്ന് പറയുന്നു. ആരായിരിക്കും ഇയാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ആരായിരിക്കും ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാൻ സഹായിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ മില്യനേഴ്സും ബില്യനേഴ്സുമായിട്ടുള്ള കണക്ഷൻസ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റ് യു എസ് പ്രസിഡൻസുമായിട്ടുള്ള റിലേഷൻസ് ആവാം. ഇനി അതുമല്ലെങ്കിൽ മേ ബി ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് ഡയറക്റ്റ്ലി ഇടപെട്ടിട്ടാവാം. എനിവേ, ഒരു ചെറിയ ഡീപ്പ് ഡൈവ്, ലെറ്റ്സ് ടേക്ക് എ ചെറിയ ഡീപ്പ് ഡൈവ് ഓൺ ജെഫ്രി എപ്സ്റ്റൈൻ. ഞാൻ എൻ്റെ സോഴ്സസ് മൊത്തം എടുത്തിട്ടുള്ളത് ഒരുപാട് ജേർണലിസ്റ്റ്സ് ചെയ്ത റിസർച്ചിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിങ്ങിൽ നിന്നുമാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നും കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ കൺസ്പിറസിയോ അല്ല, എല്ലാം ഫാക്ച്വലാണ്. ഇനി അതല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അതിന് ചെറിയൊരു ഡിസ്ക്ലൈമർ ചേർക്കും. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് ഏർലി ലൈഫ്, എഡ്യൂക്കേഷൻ, പിന്നെ എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന സംഭവം എന്താണ്, അങ്ങനെ സോ ഓൺ ആൻഡ് സോ ഓൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പം എന്തായാലും ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിയില്ല. ഫുള്ളായിട്ട് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5 hours പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും മിനിമം. അപ്പോൾ അത്രയൊന്നും നമുക്ക് പറ്റില്ല. എന്നാലും ലെറ്റ്സ് ഓരോ ഫാക്ച്വൽ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഓരോ സ്റ്റെപ്സ് ആയിട്ട് പോയി നോക്കാം. സോ ഏർലി ലൈഫ് എന്ന് പറയുന്ന, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ജെഫ്രി എപ്സ്റ്റൈൻസ് ലൈഫ് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഹി വാസ് എ കോളേജ് ഡ്രോപ്പ് ഔട്ട്. കോളേജിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ പോലും ഇല്ലാത്ത ഒരാളാണ്. കോളേജിൽ പോയി കോളേജ് നിർത്തി ഇറങ്ങിയ ഒരാൾ. ഫസ്റ്റ് നോൺ ജോബ് അല്ലെങ്കിൽ ആദ്യത്തെ റെക്കോർഡഡ് ജോബ്, എപ്സ്റ്റൈൻ ചെയ്ത റെക്കോർഡഡ് ജോബ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഒരു പ്രൈവറ്റ് സ്കൂളായിട്ടുള്ള ഡാൽട്ടൺ പ്രൈവറ്റ് സ്കൂളിന് വേണ്ടി മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്വിയസ്ലി ഈ പറയുന്ന പോലെ ഒരു ഡിഗ്രി ഇല്ല, ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് പോലും ഇല്ല, എന്നിട്ടും അവിടെ എങ്ങനെ ഹയർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഡാൽട്ടൺ പ്രൈവറ്റ് സ്കൂളിൽ പറയപ്പെടുന്നത് അവർക്ക് കൺട്രിയിലുള്ള ആരെ വേണമെങ്കിലും ഹയർ ചെയ്യുക, ഏത് ഹൈസ്കൂൾ ടീച്ചറെ വേണമെങ്കിലും ഹയർ ചെയ്യുക, എന്നിട്ടും എന്തിന് ജെഫ്രി എപ്സ്റ്റൈനെ ഹയർ ചെയ്തു എന്നുള്ള. അപ്പോൾ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇതുടനീളം ഇയാളുടെ സ്റ്റോറി ഉടനീളം വൻ വിയേർഡും ഇൻട്രസ്റ്റിങ്ങുമാണ്. സോ ലെറ്റ്സ് ചെക്ക്. സോ ദിസ് ഹയറിംഗ് വാസ് കൺസിഡേർഡ് വിയേർഡ് ഓഫ് കോഴ്സ്, ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ അറ്റ് ദറ്റ് ടൈം ഡൊണാൾഡ് ബാർ എന്ന് പറയുന്ന ഒരാളാണ്. ഈ പേര് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇതുപോലെ കുറേ പേരുകളുണ്ട്. ഞാൻ പറ്റുന്നതും എന്താ പറയുക അനാവശ്യമായിട്ടുള്ള പേരുകൾ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് പേരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഡൊണാൾഡ് ബാർ ആയിരുന്നു ആ ടൈമിൽ. ഈ ഡൊണാൾഡ് ബാർ മുമ്പ് വർക്ക് ചെയ്തത് ഓഫീസ് ഓഫ് സ്ട്രാറ്റജിക് സർവീസസ് അല്ലെങ്കിൽ OSS എന്ന് പറയുന്ന ഈ OSS ആണ്. എനിക്ക് തോന്നുന്നു, ചിലപ്പം തെറ്റാം, എനിക്ക് തോന്നുന്നു CIA പ്രിഡസസറാണ്. ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോൾഡ് വാർ അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കാം OSS മാറി CIA ആയത്. ഒബ്വിയസ്ലി ജസ്റ്റ് തോന്നിയത് പറഞ്ഞതാണ്, അപ്പോൾ അവിടെ തെറ്റ് സംഭവിക്കാം. അപ്പോൾ ഈ ഡൊണാൾഡ് ബാർ എന്ന് പറയുന്ന ആൾ ഒരു CIA പ്രിഡസസർ ആയിട്ടുള്ള ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ്. എനിവേ, എപ്സ്റ്റീൻ്റെ അവിടുത്തെ വർക്ക്, സ്കൂളത്തെ വർക്ക് വാസ് ഓൺലി ലാസ്റ്റഡ് ഫോർ 2 years. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഐറോണിക്കലായിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റോറിയുടെ ഒരു കോറെന്ന് പറയുന്നത് ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ അറിയുന്നതും ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യവും എല്ലാം ഈ ഒരു സെക്സ് നെറ്റ്വർക്കും പെഡഫോലിയ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 കൊല്ലത്തിൽ ഇയാളുടെ കരിയർ അവിടെ തീരാനുള്ള കാരണം എഗെയിൻ അന്ന് മുതലേ ചില സ്റ്റുഡൻസ് ഇയാളുടെ മിസ്ബിഹേവിയറിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി ടേക്ക് ഏർലി നോട്ടീസ് ഓഫ് ഹിസ് പെഡോഫീലിക് ബിഹേവിയേഴ്സ്. അതാണ് ഇയാളുടെ ലൈഫ്. അവിടെ 2 year മാത്രം ബാക്കി വെച്ച് അയാൾ ഇറങ്ങിപ്പോകുന്നത്. കംപ്ലൈൻറ്റ് ഫ്രം ഫീമെയിൽ സ്റ്റുഡൻസ് എസ്പെഷ്യലി ഓഫ് കോഴ്സ്. ആൻഡ് ഹി വാസ് ഒഫീഷ്യലി ഫയർഡ് ഫ്രം ദ സ്കൂൾ ഫോർ പെർഫോമൻസ് ഇഷ്യൂസ്. അപ്പം അതുമാവാം, കാരണം ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കാൻ അറിയില്ല, ഡിഗ്രി പോലും ഇല്ല, എന്നിട്ടാണ് ന്യൂയോർക്കിലൊരു പ്രൈവറ്റ് സ്കൂളിൽ മാഷായിട്ട് പോകുന്നത്. അപ്പം അതും ആവാം, പക്ഷേ രണ്ടുമാവാം. എനിവേ, അത് കഴിഞ്ഞിട്ട് ഇയാൾ വർക്ക് ചെയ്തത് ബിയർ സ്റ്റേൺസ് എന്ന് പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്.
സോ എപ്സ്റ്റീൻ സെക്യൂർഡ് ഹിസ് എൻട്രി ഇൻ ടു ദ വാൾ സ്ട്രീറ്റ്. സോ വാൾ സ്ട്രീറ്റിലേക്ക് എപ്സ്റ്റീൻ്റെ ഫസ്റ്റത്തെ എൻട്രി ആണ്. ഇവിടുന്നുമാണ് എപ്സ്റ്റീൻ്റെ ഒരു എന്താ പറയുക, നമുക്കറിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കോൺട്രവേഴ്സികളുടെയും കൺസ്പിറസികളുടെയും ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. അവിടുന്നാണ് എപ്സ്റ്റീന് ഹി ലേൺസ് ദ ആർട്ട് ഓഫ് മണി ലോണ്ടറിങ്. അപ്പോൾ മണി ലോണ്ടറിങ്ങിനെ പറ്റിയിട്ടും മണി ലോണ്ടറിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടും ഈ ഒരു മൂവിലൂടെയാണ് അയാൾ പഠിച്ചെടുക്കുന്നത്. ഫസ്റ്റ് നോൺ ടൈം ദാറ്റ് ഹി ബിൽഡ്സ് പോർട്ട്ഫോളിയോ. അത് എന്താ പറയുക, ആ ഒരു മണി നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആയിട്ടുള്ള ഇത് പഠിച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെ സെല്ല് ചെയ്യാം, ഇത് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതും ആ ഒരു ഫസ്റ്റ് നോൺ എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടുന്നുമാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് സ്കൂളിലേക്ക് കയറിയ ആ ഒരു ജോലിയുടെ ചോദ്യചിഹ്നം നിലനിൽക്കെ തന്നെ ഇതും ഒരു ചോദ്യചിഹ്നമാണ്. ഈ ഒരു ഫൈനാൻസിൽ ഇയാൾക്കൊരു എക്സ്പീരിയൻസും ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. എസ്പെഷ്യലി ഇതേപോലത്തെ ഒരു ഫേമിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഹാസ് ടു ബി വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹാസ് ടു ഹാവ് എ വെരി ഗുഡ് CV. ഇയാൾക്ക് ഇതൊന്നുമില്ല. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ, വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹി ഹാഡ് അറ്റ് പ്രീവിയസ് സ്കൂൾ, ഡാൽട്ടണിൽ മുമ്പ് ഉണ്ടായ ഒരു വിദ്യാർത്ഥി എയ്സ് ഗ്രീൻബർഗ് എന്ന് പറയുന്ന ഒരാളുടെ ചൈൽഡായിരുന്നു. ഹീസ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഈ ബെയർ സ്റ്റേൺസിൻ്റെ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ആളുടെ ചൈൽഡ് എപ്സ്റ്റീൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഗ്രീൻബർഗ് എന്ന് പറയുന്ന ആളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പറയുന്ന റിപ്പോർട്ടിങ്ങിൽ പറയുന്നത് ഹി ടോക്ഡ് ഹിസ് വേ ഇൻ ടു വാൾ സ്ട്രീറ്റ് ജോബ് എന്നാണ്. ഇപ്പോൾ സംസാരം കൊണ്ട് മാത്രം ആ ഒരു ജോലി നേടിയെടുത്തതാണ്. അവിടെ ജൂനിയർ ട്രേഡർ ആണ് പോസ്റ്റ്. ജൂനിയർ ട്രേഡർ ആയിട്ടാണ് വർക്കിന് കയറുന്നത്. ബട്ട് ക്വിക്ക്ലി മൂവ്ഡ് ഇൻ ടു സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഡിവിഷൻ. ഇതൊന്നും എന്താണെന്ന് ഇന്നും എന്താ പറയുക, ഈ ഒരു പറയുന്ന ജോബ് ടൈറ്റിൽസ് എന്താണെന്ന് ഇന്നും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, എന്ത് ജോബാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇയാളുടെ ജോബ് ഫങ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് ബെയർ സ്റ്റേൺസ് CEO ജിമ്മി കെയ്ൻ വാസ് ടു അഡ്വൈസ് അവർ വെൽത്തിയർ ക്ലയൻറ്റ്സ് ഓൺ ദ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദെയർ പോർട്ട്ഫോളിയോസ്. So the sources translate this to mean Epstein's job was to help rich people hide their money. So CEO എന്ന് പറഞ്ഞത് അഡ്വൈസ് അവർ വെൽത്തിയർ ക്ലയൻറ്റ്സ് ഓൺ ടാക്സ് ഇംപ്ലിക്കേഷൻസ്, ടാക്സിനെ പറ്റിയിട്ട് അഡ്വൈസ് ചെയ്യാൻ, അവർ നമ്മുടെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ക്ലയൻസിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു എപ്സ്റ്റീൻസ് ജോബ് വാസ് ടു ഹെൽപ്പ് റിച്ച് പീപ്പിൾ ഹൈഡ് ദെയർ മണി. പൈസക്കാരായ ആൾക്കാരെ, ലൈക്ക് കോടീശ്വരന്മാരായ ആൾക്കാർക്ക് അവരുടെ പൈസ എങ്ങനെ ഹൈഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ബെയർ സ്റ്റേൺസിൽ എപ്സ്റ്റീൻ വർക്ക് ചെയ്യുന്നത് 5 കൊല്ലമാണ്. ഹി ലെഫ്റ്റ് അണ്ടർ എ ക്ലൗഡ് ഡ്യൂ ടു എ റെഗുലേറ്ററി വയലേഷൻ ആൻഡ് വാസ് ഫോഴ്സ്ഡ് ഔട്ട്. ഞാൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കയറി വരുന്നത്. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം അവിടുന്ന് ഫോഴ്സ്ഡ് ഔട്ട്, ഫയർ ചെയ്യുന്നതിന് സമാനമായിട്ട് ഫോഴ്സ്ഡ് ഔട്ട് എന്നാണ് പറയുന്നത്. ഹി ലെഫ്റ്റ്. അവിടെ റെഗുലേറ്ററി വയലേഷൻസ് ഉണ്ടായിരുന്നു, അത് കാരണമായിട്ടാണ് അവിടുന്ന് പോയെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് കിട്ടിയൊരു പേരാണ് ഹൈ ലെവൽ ബൗണ്ടി ഹണ്ടർ ഹു ഹെൽപ്സ് യു റിക്കവർ മണി. അപ്പം ജസ്റ്റ് ഒരു സബ് നോട്ട് എന്നുള്ളതിൽ അത് പറഞ്ഞു വെക്കാണ്. ഇനി എപ്സ്റ്റീൻസ് ഫസ്റ്റ് ലിങ്ക്സ് ടു, അല്ലെങ്കിൽ ഇനീഷ്യൽ ലിങ്ക്സ് ടു ഇൻ്റലിജൻസ്. അപ്പോൾ എപ്സ്റ്റീൻ ഒരു ഇൻ്റലിജൻസ് അസറ്റ് ആണെന്നുള്ള, ലെറ്റ്സ് സേ ഇറ്റ് വാസ് എ കോൺസ്പിറസി. നൗ ഇന്ന് ഇന്ന് ഈ ഒരു ലാസ്റ്റ് വീക്കായിട്ട് പുറത്തു വന്ന ഇമെയിൽസും കാര്യങ്ങളൊക്കെ അത് പ്രൂവ് ചെയ്ത് ഹി വാസ് ആൻ അസറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്, വാട്ട്സ് ആർ ദ ഫാക്ട്സ് ബിഹൈൻഡ് ദിസ്? ഓഫ് കോഴ്സ് ഡാൽട്ടൺ സ്കൂൾ അപ്പോയിൻമെൻറ്റ്, ഫസ്റ്റ് ജോബ് കിട്ടിയത് തന്നെ സംശയകരമായ സാഹചര്യത്തിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫൈനാൻസിൽ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾ ഫൈനാൻസ് വേൾഡായ വാൾ സ്ട്രീറ്റിലേക്ക് കയറി ചെന്നുള്ളത് വേറൊരു പാർട്ട്. പിന്നെ എഗെയിൻ ഈ ഡൊണാൾഡ് ബാർ എന്ന് പറയുന്ന ആൾ
എപ്സ്റ്റീനെ സ്കൂളിലത്തെ ജോലി കൊടുത്ത ആൾ മുമ്പ് CIA പ്രീഡെസസറിന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വേറൊരു പാർട്ട്. ഇപ്പം ഈ ഫസ്റ്റത്തെ 2 കരിയർ ഓപ്ഷൻസ് ഇതിൽ കൂടെ തന്നെ കുറേയൊക്കെ ഒരു എന്താ പറയുക, എവിടെയോ എന്തൊക്കെയോ മണക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡൊണാൾഡ് ബാർ എന്ന് പറയുന്ന ആൾ ഫിക്ഷൻ നോവൽസ് എഴുതാറുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് വൺ പബ്ലിഷ് ദ ഇയർ ഒരു ബിഫോർ ഹി ഹയർഡ് എപ്സ്റ്റൈൻ, ഒരു കൊല്ലം മുമ്പ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്, അതിൻ്റെ സ്റ്റോറി, അയാൾ എഴുതിയ ഫിക്ഷൻ നോവൽസിൻ്റെ ഡീറ്റെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ, അരിസ്ട്രോക്രാറ്റിക് എലീറ്റ്സ് കിഡ്നാപ്പിംഗ് ഹ്യൂമൻസ് ടു ബിക്കം ഇല്ലീഗൽ സെക്ഷൽ പ്ലേത്തിങ്സ്. The novel described the protagonist engaging in sexual relation with enslaved teenagers. അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നോവലിൻ്റെ കണ്ടൻറ് എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ടുള്ള അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ, പൊളിറ്റീഷ്യൻസ് ആവാം, മില്യനേഴ്സ് ആവാം, ആരും ആവാം, അവർക്ക് ഈ പറഞ്ഞ പോലെ കഥയിലെ മെയിൻ കഥാപാത്രം ടീനേജേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ലേവ് ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെക്ഷൽ റിലേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ബുക്കിൻ്റെ കണ്ടൻറ്റ്. പിന്നെ അവിടുന്നും ഏർലി കണക്ഷൻസ് ടു ആംസ് ബ്രോക്കേഴ്സ് ആൻഡ് ഓഫ് ഷോർ ഫൈനാൻസസ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരാളെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് പേരാണ്, റോബർട്ട് മാക്സ്വെൽ എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഫൈനാൻസ് ലോകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻസ്ലോ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ ഒരു സ്പൈവെയർ, ഒരു ഇസ്രായേലി സ്പൈവെയർ എപ്സ്റ്റീനായിട്ട് കണക്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റോബർട്ട് മാക്സ്വെൽ ഈസ് ദി മോസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദിസ് ഹോൾ എപ്സ്റ്റീൻ സാഗ. സോ ചെറിയ ടാൻജൻ്റ് എടുത്തിട്ട് റോബർട്ട് മാക്സ്വെലിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കൺക്ലൂഷൻ തരാം. റോബർട്ട് മാക്സ്വെൽ, റിയൽ നെയിം യാൻ ലുഡ്വിഗ് ബെഞ്ചമിൻ ഹോക്സ്. അപ്പോൾ ഇയാൾ 1951 28 വയസ്സായിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സയൻറ്റിഫിക് ബുക്സിൻ്റെ ചെറിയ പബ്ലിഷർ ആയിരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങി ബോട്ട് സ്മോൾ പബ്ലിഷേഴ്സ്. പിന്നീട് അത് മെല്ലെ മെല്ലെ അതൊരു മൊണോപ്പൊളി ആയിട്ടെടുത്ത് 1960 UK ഹൗസ് ഓഫ് കോമൺസ്, അല്ലെങ്കിൽ പാർലമെൻറ്റോ സെനറ്റോ ആണ് തോന്നുന്നു, അതിലേക്ക് കയറി. അത് 1980 ആകുമ്പോഴത്തേക്ക്, 80കളിലേക്ക് എത്തുമ്പോഴത്തേക്ക് UK ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6ഓളം ന്യൂസ് പേപ്പേഴ്സ് ഇയാളുടെ കീഴിലായിരുന്നു. ഡെയിലി മിറർ, ജെറുസലം പോസ്റ്റ്, ഈവൻ ന്യൂയോർക്ക് ഡെയിലി ന്യൂസ് എക്സെട്ര. എൻഡ് ഓഫ് 80കളുടെ അവസാനത്തിൽ ഹി വാസ് ദ മോസ്റ്റ് ഫേമസ് മാൻ ഇൻ ബ്രിട്ടീഷ് ലാൻഡ്സ്കേപ്പ്. ഈ മീഡിയ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായിട്ട് റോബർട്ട് മാക്സ്വെൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലിംഗ്വിസ്റ്റാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സംസാരിക്കും, ഒരു സ്മഗ്ലറായിരുന്നു. എഗെയിൻ കോൺസ്പിറസി അല്ല, ഇതെല്ലാം പ്രൂവൺ ഫാക്ട്സ് ആണ്. സ്മഗ്ലറായിരുന്നു, എക്സ്പീരിയൻസ് പ്രൊപ്പഗൻഡിസ്റ്റ്, കോണ്ടാക്ട്സ് അക്രോസ് യൂറോപ്പ്. എന്ന് വെച്ചാൽ എന്താ പറയുക, വളരെ ഇയാളുടെ ഏർലി കരിയർ മുതലേ ഇയാളൊരു എക്സ്പീരിയൻസ്ഡ് പ്രൊപ്പഗൻഡിസ്റ്റ് ആയിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെരി ഹാർഡ് കോർ സയനിസ്റ്റ്. ഇൻ്റലിജൻസ് ഏജൻസിനായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. ഈവൻ യൂറോപ്യൻ ലീഡേഴ്സ് കോൾ ഹിം ഫോർ ഹെൽപ്പ്. യൂറോപ്യൻ ലീഡേഴ്സ് അങ്ങോട്ട് വിളിക്കും. അപ്പം എന്താ പറയുക, അത്രയും ഒരു പവർ, ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് ഊഹിച്ചാൽ മതി. മാക്സ്വെൽ ഓൺലി സെർവ്ഡ് 2 മാസ്റ്റേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്, ഈ റിപ്പോർട്ടിങ്ങിൻ്റെയും കൺക്ലൂഷൻ്റെയും ഒക്കെ കാര്യമായിട്ട്. ഒന്ന് ഹിംസെൽഫ്, അയാൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്തത്. 2 ദ സയനിസ്റ്റ് മൂവ്മെൻറ്റ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്തതെന്ന് അറിയപ്പെടുന്നത്. പിന്നീട് എപ്സ്റ്റീൻ ഇയാളെ കണ്ടുമുട്ടുന്നുണ്ട്. ഇയാളുടെ മകളുമായിട്ട് ഒരു റിലേഷൻ, ഗിലൈൻ മാക്സ്വെൽ. ഇപ്പം എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകൾക്കും റിലേറ്റഡ് ആയിട്ട് പ്രിസണിലാണ്, അല്ലെങ്കിൽ ജയിലിലാണ് ഈ ഗിലൈൻ മാക്സ്വെൽ ഉള്ളത്. അപ്പോൾ അത് ചെറിയൊരു ടാൻജൻ്റ് എടുത്തിട്ട് ഈ റോബർട്ട് മാക്സ്വെലിനെ പറ്റി പറഞ്ഞാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ദിസ് ഹോൾ എപ്സ്റ്റീൻ സാഗ. ഇപ്പോൾ 80കളുടെ അവസാനത്തിലാണ് ഇയാളുടെ ഒരു പീക്ക് എന്ന് പറയുന്നത്. ഇയാൾ പിന്നീട് കുറേ കാലങ്ങൾക്കിപ്പുറം ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വേയിലാണ് മരിച്ചത്, ഒരു യാട്ടിൽ ഇൻ ദ മിഡിൽ ഓഫ് ദ സീ. അത് ഇറ്റ്സ് അപ് ടു എന്താ പറയുക, പ്രായമായിട്ട് മരിച്ചതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതാവാം. എഗെയിൻ പറഞ്ഞ പോലെ കോൺസ്പിറസിയിലേക്ക് മാക്സിമം പോവാതെ
ഫാക്ച്വലായിട്ട് വെക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു കേസ് ആയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് വി ലവ് കൺസ്പിറസി ഹിയർ. അങ്ങനെ ഈ എപ്സ്റ്റീനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഏർലി കണക്ഷൻസ് ടു ഈ വെപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ ആയുധ വിൽപ്പന ആയിട്ടുള്ള ഇതായിട്ട് ഏർലി കണക്ഷൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ 1980s, ഏർലി 1980s he was associated with deep intelligence and illicit financial ties. Early connections to arms dealers and ഈ വെപ്പൺ വിൽപ്പന അല്ലെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഈ വളരെ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പൈസ ഓഫ് ഷോർ അക്കൗണ്ട്സിൽ എങ്ങനെ ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ ഒഴിവാക്കുക, ഈ ഇല്ലീഗൽ കാര്യങ്ങൾ മണി ലോണ്ടറിങ് എങ്ങനെ നടത്താമെന്നുള്ളതിൽ ഇയാളൊരു എക്സ്പേർട്ടായി മാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തത് ഇയാൾ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇയാൾക്ക് കിട്ടിയത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന പോലെ പോളിസി വയലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ആ കമ്പനിയിൽ നിന്നും. ഇപ്പോൾ ഈ വെപ്പൺസ് വിൽപ്പന അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഹോൾ സ്റ്റോറിക്ക്. കുറച്ച് പേരുകൾ എഗെയിൻ. ഡഗ്ലസ് ലീസ് 1981 എപ്സ്റ്റീൻ, അന്ന് എപ്സ്റ്റീൻ 28 വയസ്സോ അങ്ങനെ എന്തോ ആണ്. ഹി വാസ് റെക്കോർഡഡ് ഫ്ലൈയിങ് ഓൺ എ പ്രൈവറ്റ് പ്ലെയിൻ ഹെഡഡ് ടു എ മീറ്റിംഗ് അറ്റ് ദ പെൻറ്റഗൺ വിത്ത് ഡഗ്ലസ് ലീസ്. അപ്പോൾ ലീസ് എന്ന് പറയുന്ന ആൾ, ഈ ഡഗ്ലസ് ലീസ് എന്ന് പറയുന്ന ആൾ ഒരു ബ്രിട്ടീഷ് ആംസ് ബ്രോക്കറാണ്. മോർ ലൈക്ക് എന്താ പറയുക, ഒരു ഗവൺമെൻറ് ഒഫീഷ്യലോ ഒന്നുമല്ല, മോർ ലൈക്ക് എ ബാക്ക് എൻഡ് ഡീൽ മേക്കർ. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഫിഗർ അല്ല, പക്ഷേ ട്രംപിൻ്റെ ഫോറിൻ പോളിസിക്ക് വേണ്ടി ട്രംപിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എൻവോയ്. പക്ഷേ ഇവിടെ അതുപോലുമല്ല, ബട്ട് ഒരു ബാക്ക് എൻഡ് ഡീൽ മേക്കർ, ഓൾസോ എ ഫോർമർ ഏജൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഡഗ്ലസ് ലീസ് എന്ന് പറയുന്ന ആൾ എപ്സ്റ്റീനെ കാണുന്നു. ഹി ബിക്കംസ് എപ്സ്റ്റീൻസ് മെൻറ്റർ ഹു ട്രെയിൻഡ് ഹിം, ഓൾസോ വൺ ഓഫ് ദ മെൻറ്റർ ഹു ട്രെയിൻഡ് ഹിം ടു മൂവ് മണി ഓഫ് ഷോർസ്. അങ്ങനെ ഈ ഡഗ്ലസ് ലീസിലൂടെയാണ് അദ്നാൻ ഖഷോഗി എന്ന് പറയുന്ന ഒരു ഫിഗറായിട്ട് എപ്സ്റ്റീൻ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഇതൊരു പേജിലിട്ടൊരു പോളിൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഈ ഒരു വിഷയം വേണമെന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു ഇതെന്ത് വാല്യൂ ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഒരുപാട് കാലം സൗദി അറേബ്യയിൽ ജീവിച്ചതാണ്. അപ്പോൾ ഈ ഒരു സാഗ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും MBSഉം എപ്സ്റ്റീനും തമ്മിലുള്ളൊരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അതുമല്ല, ഇന്ത്യയിലേക്കൊക്കെ ഞാൻ വരാം. നമ്മളിതിൻ്റെ അവസാനം ഇന്നും ഇന്നലെയും ഇനിയൊക്കെ ആയിട്ട് വന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഇത് ഇന്ത്യ ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളതിലേക്കും നമുക്ക് വരാം. അങ്ങനെ ഈ അദ്നാൻ ഖഷോഗിനെ പരിചയപ്പെടുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് നോൺ ആംസ് ബിസിനസ് ഡീലർ എന്ന് പറയാം അദ്നാൻ ഖഷോഗി. Khashoggi was a powerful Saudi arms dealer who was closely connected to both Saudi and Israeli ഇൻ്റലിജൻസ്. അപ്പം സൗദി ഇസ്രായേലി ഇൻ്റലിജൻസ് ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു സൗദി പൗരനാണ് അദ്നാൻ ഖഷോഗി. ഈ പറയുന്ന പോലെ വെപ്പൺസ് ഡീൽസിൽ അക്രോസ് ദ വേൾഡ്, അത് US-ഉം ഇസ്രായേലും സൗദിയും മാത്രമായിട്ടുള്ളതല്ല, അക്രോസ് ദ വേൾഡ് ഇതിൽ ഇയാൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഖഷോഗി ഓൾസോ സെർവ്ഡ് ഓഫ് ദ ബുക്സ് ആസ് എ ഡിപ്ലോമാറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് എൻഡിൽ ഒരു ഡിപ്ലോമാറ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹെൽപ്ഡ് ഇറാൻ, ഫോർ എക്സാമ്പിൾ ഇറാനിന് വേണ്ടി ഇല്ലീഗൽ ആംസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആംസ് ഡീൽ നടത്താൻ വരെ ഇയാൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന മണി ലോണ്ടറിങ് സ്കിൽസ്, എപ്സ്റ്റീൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇൻ്റലിജൻസിന് എങ്ങനെയാണ് എപ്സ്റ്റീൻ്റെ വാല്യൂ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് മെയിൻ കാരണം ഇയാളുടെ മണി ലോണ്ടറിങ് സ്കിൽസ് ആണെന്നാണ് പറയുന്നത്. ഈ ബെയർ സ്റ്റേൺസ് എന്ന് പറഞ്ഞ ഫേമിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, എസ്പെഷ്യലി സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്ത. അപ്പോൾ ഓഫ് ദ ബുക്സ് ഈ പറയുന്ന പോലെ പൈസ ഡിസപ്പിയർ ആക്കാനും അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കാനും ഒക്കെ ഈ ഒരു ഉള്ള സ്കില്ല്, അതാണ് എപ്സ്റ്റീനെ ഈ ഇൻ്റലിജൻസ് അസറ്റായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം, അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗിനിങ് എന്തുകൊണ്ടാണ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഇയാൾ ഉപകാരപ്പെട്ടത്, പ്രത്യേകിച്ച് ആംസ് ഡീലിൻ്റെ കാര്യത്തിലുമൊക്കെ. അപ്പോൾ കണക്റ്റ് ആവുന്നുണ്ടല്ലോ, ഒരു ഇല്ലെജിറ്റിമേറ്റ് ബാക്ക് ഡോർ
വെപ്പൺസ് ഡീൽ ഒരു ഭാഗത്ത്, എപ്സ്റ്റീൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് ഈ മണി അല്ലെങ്കിൽ ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന ക്യാഷ് ഓഫ് ഷോറായിട്ട് എങ്ങനെ ഡിസപ്പിയർ ആക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ അൺഒഫീഷ്യലായിട്ട് ഇതെവിടെയും പിടിക്കപ്പെടാത്ത രീതിയിൽ എങ്ങനെ ഡിസപ്പിയർ ആക്കാം എന്നുള്ളതാണ് എപ്സ്റ്റീൻ്റെ സ്കില്ല്. അപ്പോൾ ദിസ് ബോത്ത് എന്താ പറയുക, രണ്ടും ഒരുമിച്ച് വളരെ നല്ലോണം വർക്കാവും. അങ്ങനെ റോബർട്ട് മാക്സ്വെല്ലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ലേറ്റർ മിഡ് 1980s എപ്സ്റ്റീന് ഈ പറയുന്ന മാക്സ്വെല്ലിനായിട്ട്, ഗിലെയിൻ മാക്സ്വെൽസ് ഫാദർ ആയിട്ട് കണ്ടുമുട്ടുന്നത്. മാക്സ്വെൽ എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർമർ ഇസ്രായേലി ഇൻ്റലിജൻസ് അസറ്റ് ആയിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ പബ്ലിക് നോൺ ഇൻഫർമേഷൻ, എഗെയിൻ കോൺസ്പിറസി അല്ല. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു ഇനീഷ്യൽ ലിങ്ക്സ് ടു ഇൻ്റലിജൻസ് എന്നുള്ളത് സമ്മപ്പ് ചെയ്യാൻ ഇതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്സ്റ്റീൻ്റെ സ്കിൽസ് ഇൻ ഓഫ് ഷോർ ഫൈനാൻസസ്, ഓർ ഈ പറയപ്പെടുന്ന പോലെ ബൗണ്ടി ഹണ്ടർ എന്നൊക്കെ ബൗണ്ടി ഹണ്ടർ ഹു ഹെൽപ്സ് യു റിക്കവർ മണി ഓർ ഹൈഡ് മണി. എപ്സ്റ്റീൻ്റെ ബന്ധം ഈ പറയുന്ന ഡഗ്ലസ് ലീസ്, പെൻറ്റഗണിൽ ഡഗ്ലസ് ലീസിനായിട്ട് മീറ്റ് ചെയ്തു, റോബർട്ട് മാക്സ്വെല്ലിനായിട്ട് പരിചയപ്പെട്ടു, വേൾഡ് നോൺ അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക് ചാനൽ വെപ്പൺസ് ഡീലറായിട്ടുള്ള അദ്നാൻ ഖഷോഗിനായിട്ടുള്ള ബന്ധം. ഈ അദ്നാൻ ഖഷോഗി എന്ന് പറയുന്ന ആൾ ജമാൽ ഖഷോഗിയുടെ ബ്രദറാണ്. ജമാൽ ഖഷോഗി വാസ് MBS ഇടപെട്ട് ഒരു ജേർണലിസ്റ്റിനെ കൊന്നു എന്നുള്ളത് പറയപ്പെടുന്ന കേസ്, ലൈക്ക് സൗദി കോൺസുലേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അത് ഹി വാസ് ജമാൽ ഖഷോഗി. ഈ ജമാൽ ഖഷോഗിൻ്റെ ബ്രദറാണ് അദ്നാൻ ഖഷോഗി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് ലിങ്ക്സ് ടു ഇൻ്റലിജൻസ്. പിന്നെ വേറെ എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതൊക്കെ കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ ചെറിയ ചെറിയ റിപ്പോർട്ടിങ്സും ഒക്കെയാണ്. വാട്ട് വാസ് ദ ഫസ്റ്റ് കേസ്? ആദ്യത്തെ കേസ് എന്തായിരുന്നു എപ്സ്റ്റീനെതിരെ? ഏതാണ് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു കോർട്ടിൽ ഫയൽ ചെയ്ത കേസ്? തുടങ്ങി ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ യെസ്, 1988 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇയർ ഇൻ ദ ഹോൾ എപ്സ്റ്റീൻ ഹിസ്റ്ററി. അല്ലെങ്കിൽ ആ 1988 തൊട്ട് ഇങ്ങോട്ടാണ് ഒരു എപ്സ്റ്റീൻ്റെ ഹെയ്ഡേ അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ പ്രൈം ഇയേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്നത്. ഒരു ജെഫ്രി എപ്സ്റ്റീൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ലൈക്ക് വൺ ഓഫ് ദ എന്താ പറയുക, ഒരു അജണ്ട അല്ലെങ്കിൽ ഹയർ ചെയ്യുക ഈ ഒരു ജെഫ്രി എപ്സ്റ്റീൻ കമ്പനിയിലേക്ക് ക്ലയൻസിനെ എടുക്കുന്നത് ഓൺലി ഇഫ് ദേ ഹാവ് $1 billion വിത്ത് ദം. അപ്പോൾ ഒരു ബില്യനേഴ്സിനെ മാത്രമേ ക്ലയൻ്റായിട്ട്, സ്ട്രിക്ട്ലി 1 billion, അറ്റ്ലീസ്റ്റ് 1 billion എങ്കിലും ഉള്ള ആൾക്കാരെ ക്ലയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ വന്ന ഒരു ക്ലയൻ്റാണ് എഗെയിൻ ഒരു പേര്, ബട്ട് എഗെയിൻ ഇമ്പോർട്ടൻറ്റ് പേരാണ്, ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്നത്. Client of one of the first clients of Epstein, again a committed Zionist, and he gave ഇതിൽ വൺ വിയർഡ് ആയിട്ടുള്ള കാര്യമാണ്, ഈ സ്റ്റോറിയിൽ വൺ വിയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ബില്യനർ ഫുൾ പവർ ഓഫ് അറ്റോർണി എപ്സ്റ്റീന് കൊടുക്കുകയാണ്. ലൈക്ക് അയാളുടെ ഒരു ബില്യനിയർ എംപയർ. അപ്പോൾ ഇയാളെ ഒരു പെട്ടെന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയ സീക്രറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്നതാണ്. വിക്ടോറിയ സീക്രറ്റിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ ഓണറാണ് ലെസ്ലി വെക്സ്നർ, അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് വിക്ടോറിയ സീക്രറ്റ് എന്നും പറഞ്ഞു വെക്കാം. വിക്ടോറിയ സീക്രറ്റ് ആയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ടാൻജൻ്റ് ഉണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഇയാളുടെ ഈ ഫുൾ എംപയറിൻ്റെ പവർ ഓഫ് അറ്റോർണി ജെഫ്രി എപ്സ്റ്റൈന് കൊടുക്കുകയാണ്, മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബിൽ ഗേറ്റ്സ്. ഈ ബിൽ ഗേറ്റ്സിൻ്റെ ഫുൾ എംപയറിൻ്റെ അല്ലെങ്കിൽ ഫുൾ അസറ്റ്സിൻ്റെ പവർ ഓഫ് അറ്റോർണി ഒരു നോട്ട് നോൺ ആയിരിക്കും, അറിയാത്ത ഒരു ഫൈനാൻസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്ക് എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരു ന്യൂസ് ഇപ്പം ബ്രേക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത്രത്തോളം വിയേർഡായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇതിൽ പറയപ്പെടുന്നത് മിക്കവാറും ബ്ലാക്ക് മെയിലിംഗ് ആവാം എന്നുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരു സെയിം അജണ്ട ഉണ്ടാവാം എന്നുള്ളത്, ഒരു സെയിം ഐഡിയോളജി, ഫോർ എക്സാമ്പിൾ സയനിസോ അല്ലെങ്കിൽ അതേപോലത്തെ വേറെ എന്തെങ്കിലും ഒരു സെയിം ഐഡിയോളജി ഉണ്ടാവാം എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് എൻ ഓപ്പൺ സീക്രറ്റ്. എപ്സ്റ്റീന് കുട്ടികളെ അല്ലെങ്കിൽ ഈ പറയുന്ന അണ്ടർ ഏജ് ആയിട്ടുള്ള
ആളുകളുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ളത് ആ ഒരു ന്യൂയോർക്ക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ എലീറ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഓപ്പൺ സീക്രട്ട് ആയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അതാണ് എപ്സ്റ്റീൻ്റെ അഗെയിൻസ്റ്റ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സെക്സ് ട്രാഫിക്കിങ്ങും അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡും മാത്രമല്ല ഈ എപ്സ്റ്റീൻ്റെ എന്ന് പറയുന്നത്. എഗെയിൻ ഹി വാസ് ഇൻവോൾവ്ഡ് ഇൻ എ ലോട്ട് ഓഫ് അതർ തിങ്സ്. പക്ഷേ ഒബ്വിയസ്ലി മീഡിയയുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അറ്റൻഷനോ കിട്ടുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഫസ്റ്റ് കേസ് അഗെയിൻസ്റ്റ് എപ്സ്റ്റീന്, ഈ ന്യൂയോർക്ക് എലീറ്റ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻ ജനറൽ എലീറ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഓപ്പൺ സീക്രട്ട് ആയിരുന്നു എപ്സ്റ്റീന് ഈ ബിലോ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള അങ്ങനെ പറയാൻ തന്നെ ചെറുപ്പമാണ്, പക്ഷേ ഇവരായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഒരു ഓപ്പൺ സീക്രട്ടാണ് ഈ എലീറ്റ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇതിനു മുമ്പൊക്കെ എന്താ പറയുക, ആൾക്കാർക്ക് അത് ഒരു പ്ലോസിബിൾ ഡിനയബിലിറ്റി എന്നൊക്കെ ഉണ്ടല്ലോ, അത് പറയാൻ പറ്റുമായിരുന്നു. എനിക്ക് എപ്സ്റ്റീനായിട്ട് ബന്ധമുണ്ട്, പക്ഷേ എന്താ പറയുക, എനിക്കറിയില്ലായിരുന്നു ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്താണെന്നുള്ളത്, ഈവൻ ദോ ഇറ്റ് വാസ് ആൻ ഓപ്പൺ സീക്രറ്റ്. പക്ഷേ ഈ കേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കേസ് കോർണർ സ്റ്റോൺ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാളായിട്ട് കണക്ഷൻസോ അല്ലെങ്കിൽ റിലേഷൻസോ ഉണ്ടെന്ന് പറയുന്ന ഈ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഫിഗേഴ്സ്, ബിൽ ക്ലിൻ്റൺ, ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ്, കുറേ ആൾക്കാരുണ്ട്, ഒരു നിര തന്നെ, പ്രിൻസ് ആൻഡ്രൂ. അപ്പോൾ ഇവരൊക്കെ എപ്സ്റ്റീനെ അറിയുമെന്ന് പറയുന്ന അല്ലെങ്കിൽ എപ്സ്റ്റീനായിട്ട് പബ്ലിക് കണക്ഷൻസ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് കേസിന് ശേഷം എത്ര ആൾക്കാർ ഇയാളായിട്ട് റിലേഷൻ വെച്ചു അല്ലെങ്കിൽ ആ റിലേഷൻ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കേസ് വന്ന് രജിസ്റ്റർ ചെയ്ത് ഇറ്റ് വാസ് എൻ ഒഫീഷ്യൽ കോർട്ട് വേർഡിക്റ്റ് ആസ് എ സെക്സ് ട്രാഫിക്കർ ആൻഡ് ആസ് എ പെഡോഫൈൽ. അപ്പോൾ ആണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പം അതിന് ശേഷം റിലേഷൻ വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരു പ്ലോസിബിൾ ഡിനയബിലിറ്റി എങ്കിലും ഉണ്ട്, എനിക്കറിയില്ലായിരുന്നു ഇയാൾ ഇങ്ങനത്തെ ആളാണെന്നുള്ളത്. പക്ഷെ ഇതിന് ശേഷം റിലേഷൻ വെച്ച ആൾക്കാർ, എസ്പെഷ്യലി എഗെയിൻ എന്താ പറയുക, ഇതിന് ശേഷം റിലേഷൻ വെച്ച ആളുകളിൽ കുറച്ച് ആൾക്കാരാണ് ഈ ബിൽ ക്ലിൻ്റണും ബിൽ ഗേറ്റ്സും ഒക്കെ. അപ്പോൾ വെരി വെരി എന്താ പറയുക, മോശം, വളരെ മോശം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ്, ഈ കേസിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, പ്രോസിക്യൂഷൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, കേസ് എന്തായിരുന്നു എന്നുള്ള. അപ്പോൾ ഒരു സീരിയൽ പെഡഫൈലായിട്ടും ഒരു ചൈൽഡ് ട്രാഫിക്കറുമായിട്ടും ഫ്ലോറിഡയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വരാൻ കാരണം തന്നെ ഒരു ഡസനോളം അക്യൂസേഴ്സാണ് ഇപ്പോൾ വിക്ടിംസ് അക്യൂസ് ചെയ്തതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ കേസ് അന്വേഷിച്ചത് അല്ലെങ്കിൽ മോസ്റ്റ്ലി അന്വേഷിച്ചതല്ല, പ്രോസിക്യൂട്ടറുടെ പേര് അലക്സ് അക്കോസ്റ്റ എന്ന് പറയുന്ന ഒരു ഫെഡറൽ പ്രോസിക്യൂട്ടറാണ്. ഈ അലക്സ് അക്കോസ്റ്റ എന്ന് പറയുന്ന പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് നമുക്ക് ഫസ്റ്റുള്ള ഇൻസ്റ്റൻസ് എപ്സ്റ്റീൻ ഇൻ്റലിജൻസ് അസെറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഈവൻ സ്പൈ ആണോ എന്നുള്ള ഫസ്റ്റ് ഒഫീഷ്യൽ ഒരു അനൗൺസ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഇൻസിഡൻ്റാണ് അലക്സ് അക്കോസ്റ്റ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ ബേസ്റ്റേൺസിൻ്റെ ജോബായാലും ന്യൂയോർക്കിലെ പ്രൈവറ്റ് സ്കൂളിൽ കിട്ടിയ വർക്കായാലും ഇതൊക്കെ നമ്മളുടെ ഒരു അസംഷൻസും ഒരു എന്താ പറയുക 1+1=2 എന്നുള്ള ഐഡിയോളജി വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഫസ്റ്റായിട്ട് ഒരു ഒഫീഷ്യൽ ഗ്ലിംസ് കിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അക്കോസ്റ്റ സ്പീക്സ് അബൌട്ട് ഇയാൾ കേസിലുടനീളം ഇൻ്റർഫിയറൻസിനെ പറ്റിയിട്ട്, പുറത്തുനിന്നും പല ഇൻ്റർഫിയറൻസും അതിൻ്റെ ഔട്ട്കമ്മും, ഈവൻ കേസിൻ്റെ ഔട്ട്കമ്മും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ ഔട്ട്കം ആയിട്ട് പറയുന്നത് എപ്സ്റ്റീൻ ഗോട്ട് എ സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്നാണ് ഇതിനെ വിളിച്ചത് തന്നെ, സ്വീറ്റ് ഹാർട്ട് ഡീൽ. ഡീല് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് അക്കോസ്റ്റ വാസ് ടോൾഡ് ബൈ ഹിസ് സുപ്പീരിയേഴ്സ് ടു ബാക്ക് ഓഫ് എന്ന് വെച്ചാൽ, പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കോസ്റ്റയോട് അയാളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ബാക്ക് ഓഫ് ഫ്രം ദിസ് കേസ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഈ ഒരു ഇതേപോലെ പ്രത്യേകിച്ച് ഈ ഒരു സെക്സ് ട്രാഫിക്കിംഗ് ആയിട്ടുള്ള ഒരു പെൺവിഷയം എന്നൊക്കെ പറഞ്ഞാൽ അത് പെൺവിഷയത്തിൻ്റെയും താഴെയുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ സുപ്പീരിയേഴ്സ് ഇടപെടുന്നത്, ഈ ഒരു സംശയം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ അലക്സ് അക്കോസ്റ്റയ്ക്ക് കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ബിലോങ്സ് ടു ഇൻ്റലിജൻസ്
എന്നുള്ളതാണ്. So there it is, the first official paper or anything related with that. First instance of Epstein belonging to intelligence. So of course, as a result, Acosta cut Epstein a deal. ഒരു എപ്സ്റ്റീനും അക്കോസ്റ്റയുമായിട്ട് that's how US works, right? If you plead guilty, you get this. നമ്മൾ ആ കുറ്റം സമ്മതിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെ വാദിക്കാതിരുന്നാൽ അപ്പുറത്തെ ഭാഗത്തുള്ള പ്രോസിക്യൂട്ടറായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മിഡിൽ ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു ഡീല് ഉണ്ടാക്കാം. അപ്പോൾ എപ്സ്റ്റീന് കിട്ടിയ ഈ ഡീലാണ് സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്ന് പറയുന്നത്. സോ ദ ഡീൽ റിസൾട്ടഡ്, ഡീലിൻ്റെ റിസൾട്ട് എന്നുള്ളത് 13 മാസം ജയിലിലും ഈ പറയുന്ന 13 മാസത്തിൽ തന്നെ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി. ഇത് നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നതാണ്. ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാർക്ക് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ നല്ല സെല്ല് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ. അതേപോലെ തന്നെ അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു വിങ് കിട്ടി, ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡിനെ കിട്ടി. പിന്നെ അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വർക്ക് റിലീസ് ഫോർ 12 hours a day 6 days a week. എന്ന് വെച്ചാൽ 6 ദിവസം, ആഴ്ചയിൽ 6 ദിവസം 12 മണിക്കൂർ ഇയാൾ ഫ്രീ ആണ്. 12 മണിക്കൂർ അയാൾക്ക് പ്രസൻ എന്ന് പറയുന്നത് തന്നെ ഇയാളുടെ ഐലൻഡിലുള്ള ഒരു സംഭവം. അപ്പോൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ, 12 മണിക്കൂർ ഇയാൾക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ വീണ്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, സെക്സ് ട്രാഫിക്കിംഗ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത ഒരു ക്രിമിനലാണ് ഇയാൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നല്ല, ഇത് പ്രൂവണാണ്. അവിടെ പ്രിസണിൽ ഉണ്ടായിട്ടുള്ള സമയത്ത് തന്നെ ഈ 12 മണിക്കൂർ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഈ 12 മണിക്കൂർ ഇയാളുടെ ഇത് സംബന്ധമായിട്ടുള്ള വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ പറഞ്ഞ പോലെ പവർഫുൾ പീപ്പിൾ ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള റിലേഷൻ ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ പവർഫുൾ പീപ്പിളുടെ ഇൻഫോർമേഷൻ ഇയാളുടെ കയ്യിലുള്ളത് ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻ്റലിജൻസ് ആസറ്റ് ആണെന്ന് പറയുന്നത്? ഇപ്പം ഇൻ്റലിജൻസ് ആസറ്റ് ഇൻ ദ സെൻസ്, അക്കോസ്റ്റയോട് സുപ്പീരിയേഴ്സ് പറഞ്ഞ പോലെ ബാക്ക് ഓഫ് എപ്സ്റ്റീൻ മൈറ്റ് ബി എപ്സ്റ്റീൻ ഈസ് ആൻ ഇൻ്റലിജൻസ് ആസറ്റ്. അപ്പം വൈ? ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. ഇനി കുറച്ച് സെക്സ് ട്രാഫിക്കിങ്ങിനെ പറ്റിയിട്ട്, കേസിൻ്റെ മെയിൻ കോറായിട്ടുള്ള സെക്സ് ട്രാഫിക്കിനെ പറ്റിയിട്ട് 1991 to 2005 ആണ് എപ്സ്റ്റീൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് 80s മുതൽ 2005 വരെയാണ് എപ്സ്റ്റീൻ്റെ ഒരു പ്രൈം ഇയേഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇയാൾ ഓപ്പറേറ്റ് ചെയ്ത ഇയേഴ്സ് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ വെക്സ്നർ എംപയറായിട്ട് ഈ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ആൾ ഇയാൾക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നതും ഈ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കംസ് ടു എപ്സ്റ്റീൻസ് ഹാൻഡ്. അതേ ആ ഒരു ടൈം ഫ്രെയിമിലാണ് ഈ റോബർട്ട് മാക്സ്വെല്ലിനെ മീറ്റ് ചെയ്യുന്നതും, റോബർട്ട് മാക്സ്വെൽ ത്രൂ ഗിലൈൻ മാക്സ്വെല്ലിനെ മീറ്റ് ചെയ്യുന്നതും. ഗിലൈൻ മാക്സ്വെൽ എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ്റെ ലിറ്ററലി പാർട്ട്ണർ ഇൻ ക്രൈം. സോ നൗ ഇറ്റ്സ് ഓൺ. ഇപ്പം എന്താ പറയുക, ഇത് ഫുൾ ഓൺ എന്താ പറയുക, എപ്സ്റ്റീൻ എന്തും ആവട്ടെ, സെക്സ് ട്രാഫിക്കിംഗ്, ബ്ലാക്ക് മെയിലിംഗ്, ഫൈനാൻഷ്യൽ ഫ്രോഡ്, എല്ലാത്തിൻ്റെയും ഒരു പ്രൈം തുടക്കം ഇവിടെയാണ്. ഗിലൈൻ മാക്സ്വെല്ലിനെ മീറ്റ് ചെയ്തത് മുതൽ. ഗിലൈൻ മാക്സ്വെൽ വാസ് എ സോൾജർ ടു ഹിം, ഓർ ഈവൻ എന്താ പറയുക വൈസ് വേഴ്സ. ഈ ഒരു സമയത്താണ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക, എപ്സ്റ്റീൻസ് എ ഗുഡ് ഗായ് എന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വീഡിയോ വരെ ഉണ്ട്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. And on Epstein, Trump's comment to New York Magazine in 2002 stands out today. He gave that comment around the time period covered in today's indictment. The president said this, quote, "I've known Jeff for 15 years. Terrific guy. He's a lot of fun to be with." It is even said that he likes beautiful women as much as I do, and many of them are on the younger side. No doubt about it. Jeffrey enjoys his social life. അപ്പോൾ അതാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പം പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞിട്ടും കാര്യങ്ങളുണ്ട്. ഹി വാസ് എ സിക്ക് പേഴ്സൺ എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
എനിവേ ഇനി ഈ ഒരു ഡീലും ഈ സ്വീറ്റ് ഹാർട്ട് ഡീലും ഈ ഒരു അക്യുസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യമാണ് ഇപ്പം അലക്സ് അക്വസ്റ്റനോട് സീനിയേഴ്സ് പറഞ്ഞു എന്ന് പറയുന്നു ബാക്ക് ഓഫ് എന്നുള്ളത്. അതേപോലെ ചില ജേർണലിസ്റ്റിനും ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ABC ന്യൂസിൻ്റെ ജേർണലിസ്റ്റ് വൺ മിസ്റ്റർ വിക്കി വാട്ട്. വിക്കി വാട്ട് ഹി വാസ് റൈറ്റിംഗ് ആർട്ടിക്കിൾ അബൌട്ട് എപ്സ്റ്റീനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ ഒരു ദിവസം ഡോറ് തുറന്ന് നോക്കിയപ്പം ഈ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ള ന്യൂസ് പുറത്ത് വന്നതിന് ശേഷം ഒരു ബുള്ളറ്റും ഒരു ഡെഡ് ക്യാറ്റും ഒരു ചത്ത പൂച്ചയെയും ഒരു ബുള്ളറ്റിനെയും വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആരോ പോയി. ലൈക്ക് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ത്രെറ്റ് ടു ഹിസ് ലൈഫ്. അപ്പോൾ അതൊരു ഇൻസ്റ്റൻസ്. പിന്നെ വീണ്ടും ABC ന്യൂസിന് ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യണമായിരുന്നു എപ്സ്റ്റീൻ്റെയും പ്രിൻസ് ആൻഡ്രൂവുമായിട്ടുള്ള കണക്ഷൻ. അത് വളരെ ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അക്യൂസ് ചെയ്യപ്പെട്ട ഒരു പബ്ലിക് ഫിഗർ എപ്സ്റ്റീനായിട്ടുള്ള കണക്ഷനിൽ അത് പ്രിൻസ് ആൻഡ്രൂ ആണ്. ഈവൻ റീസെൻ്റ്ലി പ്രിൻസ് ആൻഡ്രൂ അല്ലാണ്ടായി. അപ്പോൾ ഇനി ആൻഡ്രൂ എന്ന് പറയാൻ പറ്റില്ല, ആൻഡ്രൂ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പ്രിൻസ് ഡ്യൂട്ടീസൊക്കെ രാജിവെച്ച് പാലസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലിറ്ററലി സം ടൈം അഗോ, ഫ്യൂ ഡേയ്സ് ഓർ ഫ്യൂ വീക്സ് അഗോ ഇത് സംഭവിച്ചത്. സോ ഒബ്വിയസ്ലി ഈ ABC ന്യൂസിനെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് പാലസ് ഇടപെട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ABC ഡിഡ്ന്റ് വാണ്ട് പറഞ്ഞു ഈ പറയുന്ന ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ എപ്സ്റ്റീനും പ്രിൻസ് ആൻഡ്രൂവും തമ്മിലുള്ള കണക്ഷൻസ് തുറന്നു കാട്ടുന്ന ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ റോയൽ വെഡ്ഡിങ് അല്ലെങ്കിൽ റോയൽ ഇവൻറ്റ്സിലേക്ക് ABC ന്യൂസിന് ക്ഷണം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ABC ന്യൂസിന് റോയൽ വെഡ്ഡിങ് പ്രിവിലേജസ് നഷ്ടപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തില്ല. പിന്നെ പ്ലീ ഡീലിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയ പിന്നെയും ഒരു സർക്കിൾ പോലെ ഇങ്ങോട്ട് വരാമെന്ന് അറിയാം, എന്നാലും പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ. ഈ പ്ലീ ഡീൽ നടക്കുന്ന സമയത്ത്, ഇതിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് എപ്സ്റ്റീൻ ഇസ്രായേലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ഈ പ്ലീ ഡീൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമുക്ക് തന്നെ നാട്ടിൽ തന്നെ അറിയാം, ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാസ്പോർട്ട് വരെ പോലീസ് സ്റ്റേഷനിൽ വാങ്ങി വെക്കും, പുറത്തേക്ക് എവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ എപ്സ്റ്റീൻ US-ലും സിമിലർ റൂൾസാണ്. പക്ഷേ എന്നിട്ടും എപ്സ്റ്റീൻ ഇസ്രായേലിലേക്ക് ഡീല് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് 2007-2008 സമയത്ത്. അപ്പോൾ എന്നിട്ട് ഇസ്രായേലിലേക്ക് മൂവ് ചെയ്തത് മാത്രമല്ല, എല്ലാ അസറ്റ്സും ഉണ്ടായ എല്ലാ സമ്പത്തും എപ്സ്റ്റീനോട് ഒപ്പം കൂടി തന്നെ എപ്സ്റ്റീൻ അത് ഇസ്രായേലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെയാണ് നേരത്തെ പറഞ്ഞ ഈ 12 മണിക്കൂർ സ്വീറ്റ് ഹാർട്ട് ഡീൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡീല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്സ്റ്റീൻ തിരിച്ചു വരുമായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. കാരണം എപ്സ്റ്റീൻ മാത്രമല്ല, ഇതേപോലെ കൺവിക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ജൂസ് ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ പോയ ഇൻസ്റ്റൻസസ് ഉണ്ട്. കാരണം ഇസ്രായേൽ അവർക്ക് അസൈലം കൊടുക്കും. അത് നേരത്തെ പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇനി ആ ഡീലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് വായിച്ചു പോവാം. ഡീൽ ഗ്യാരൻറ്റീഡ് നോ ഫെഡറൽ പെർസിക്യൂഷൻ ഓഫ് എപ്സ്റ്റീൻ, പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ക്രൂഷ്യലി ഗ്രാൻഡഡ് ഇമ്മ്യൂണിറ്റി, എപ്സ്റ്റീൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോകാനുള്ള അനുവാദം കിട്ടി. അതെ, അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഒരു സ്വീറ്റ് ഹാർട്ട് ഡീൽ ഈസ് കൺസിഡർഡ് ആസ് എ ഡ്രമാറ്റിക് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സിസ്റ്റം ഇൻ US. കാരണം ഈ ഡീലിലുള്ള ചില പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര റാഡിക്കൽ പോയിൻറ്റ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, എപ്സ്റ്റീൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കിട്ടി, അവർക്ക് വെറുതെ ഫ്രീ ആയിട്ട് പോവാം, അവർ ആരും ഈ കേസിൻ്റെ കൂടെ കൺവിക്റ്റഡ് അല്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് ഒരു വൻ തോൽവിയായിട്ടാണ് US ജസ്റ്റിസ് സിസ്റ്റത്തിലെ വൻ തോൽവിയായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ മുമ്പും ഇതേപോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ കവറപ്സ് ഉണ്ടായിട്ടുണ്ട്. വെനെവർ ദർ വാസ് CIA ഇൻവോൾവ്ഡ് ഓർ FBI ഇൻവോൾവ്ഡ്, ഇതിനു മുമ്പും ചില കാര്യങ്ങൾ, ഈവൻ സെക്സ് ക്രൈംസ് തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എനിവേ, അങ്ങനെ എപ്സ്റ്റീൻ തിരിച്ചു വന്നു, ഈ സ്വീറ്റ് ഡീൽ കിട്ടി, അതിനുശേഷം വീണ്ടും പുറത്തിറങ്ങി.
ഇതിൽ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇസ്രായേലിനായിട്ട് പലവട്ടം പല കണക്ഷൻസ് അതിലേക്ക് നമ്മൾ വരും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എപ്സ്റ്റീൻ ഇസ്രായേലി സിറ്റിസൺ ആണോ അല്ലയോ എന്നുള്ളത് ഇന്ന് വരെ അത് പ്രൂവ് ചെയ്തിട്ടില്ല ആരും. പക്ഷേ എപ്സ്റ്റീൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫാൾസ് പാസ്പോർട്ട് എന്താ പറയുക ഫേക്ക് പാസ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നും നമുക്കറിയില്ല ഇഫ് എപ്സ്റ്റൈൻ വാസ് ഓൾസോ ആൻ ഇസ്രായേലി സിറ്റിസൺ എന്നുള്ള കാര്യം. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനുള്ള കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ സോഴ്സായിട്ട് എടുത്ത ഈ ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ടിങ്ങിന് കാരണം ഒക്കെ വിക്ടിംസ് പുറത്തു വന്നതുകൊണ്ടാണ്, വിക്ടിംസ് പറഞ്ഞതുകൊണ്ടാണ്. ക്രൈം വിക്ടിംസ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ലോ അല്ലെങ്കിൽ ഒരു പോളിസി യു എസിലുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് വിക്ടിംസ് ഇതിനെ പറ്റിയിട്ടൊക്കെ പുറത്ത് പറയുന്നത്. അതിനുശേഷം ആണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് കേസ് അഗെയിൻസ്റ്റ് എപ്സ്റ്റീൻ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. പിന്നെ എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അതറിയാം? ഇപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈക്ക് നമ്മുടെ മനസ്സിലൊരു ഐഡിയ, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ എന്തോ ഉണ്ട് എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ള. അപ്പം ജസ്റ്റ് എപ്സ്റ്റീൻ ഫയൽസ് എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ പറഞ്ഞിങ്ങനെ പോവാം. ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്, ഓർഗനൈസേഷണൽ ഓപ്പറേഷൻ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഒബ്വിയസ്ലി ടേപ്സ്, ദാറ്റ് വൺ ഈസ് ദ ഫേമസ് വൺ, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഫ്ലൈറ്റ് ലോഗ്സ്. സോ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഇത് മാത്രമല്ല, പക്ഷേ ഈ പറയുന്ന 5 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഇനി എന്തുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യണമെന്ന് പറയുന്നത്, എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു എന്നുള്ളത് പുറത്ത് വരും എന്നുള്ളത് ഒബ്വിയസ്ലി അതാണ് റീസൺ. പക്ഷേ ഇത് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ട് ജേർണലിസ്റ്റിന് ഇതിലേക്ക് ആക്സസ് കിട്ടിയിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി ഇമെയിൽസ് പുറത്തു വന്നതെന്ന് പറയുന്നത് നമ്മൾ എക്സിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂസിൽ വായിക്കുമ്പോഴോ എളുപ്പമാണ്, അതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഒരു 100, 200, 300 പേജുള്ള ഇമെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ട്സുമാണ് പുറത്തു വരുന്നത്. അപ്പം ജേർണലിസ്റ്റിന് ഇതിലൂടെ എല്ലാം ഇരുന്ന് തറവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത്, മുമ്പ് ലോകത്തിന് അറിയാത്ത കാര്യങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുന്നതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് വന്നാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും എപ്സ്റ്റീൻ ആരൊക്കെ ആയിട്ട് ഫൈനാൻഷ്യൽ കണക്ഷൻസ് ഉണ്ടായിരുന്നുള്ള. ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നാൽ ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളും പുറത്തു വരും. ഓർഗനൈസേഷണൽ ഓപ്പറേഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ എപ്സ്റ്റീൻ പല ഓപ്പറേഷൻസ് നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെല്ലാം ബേസായിട്ട് ചില തെളിവുകൾ അല്ലെങ്കിൽ ചില ഡോക്യുമെൻറ്റ്സ് എങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ അത് 100, 1000 പേജുകളുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അത് പുറത്തു വരുമെന്ന് പറയുന്നത്. പിന്നെ ദ മോസ്റ്റ് ഫേമസ് വൺ ഇസ് ടേപ്സ്. എപ്സ്റ്റീൻ്റെ വീട്ടിലുണ്ടായിരുന്ന ക്യാമറയിലുള്ള ടേപ്സും എപ്സ്റ്റീൻ്റെ ഫ്ലൈറ്റിലുള്ള ലോഗ്സും. അതിലാണ് ഐ തിങ്ക് 27 തവണ മുൻ US പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൺ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. എപ്സ്റ്റീൻ്റെ ഒരു നോൺ അസോസിയേറ്റ് ആണ് ബിൽ ക്ലിൻ്റൺ എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് അഗെയിൻ ലൈക്ലി ഹി വാസ് എൻ ഇൻ്റലിജൻസ് ആസെറ്റ്. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഇൻ്റലിജൻസ് അസസ് ആയതുകൊണ്ടും ഈവൻ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആവാമെന്ന് പറയുന്നതിനെ കൊണ്ടും ഒക്കെയാണ് ഇത് പുറത്തു വരാൻ ആൾക്കാർ, ഈ പറയുന്ന സോ കോൾഡ് പവർഫുൾ പീപ്പിൾ പറയുന്നത് ഇതൊന്നും പുറത്ത് വരരുത് എന്നുള്ളത്. മണി ലോണ്ടറിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ തുടക്കത്തിൽ കുറച്ച് പറഞ്ഞു വെച്ചു. ഇതിൻ്റെ കുറച്ച് സർട്ടൻ ഇൻസ്റ്റൻസസ് ഉണ്ട്, ലൈക്ക് ഈ മണി ലോണ്ടറിങ്ങിൻ്റെ പീക്ക് മൊമെൻറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മണി ലോണ്ടറിങ് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് എലീറ്റ്സിന് പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുത്ത കുറച്ച് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇയാളുടെ എപ്സ്റ്റീന് ഇയാളുടെ മണി ലോണ്ടറിങ് സ്കിൽസോ അല്ലെങ്കിൽ ഈവൻ നെറ്റ്വർക്ക്സും യൂസ് ചെയ്ത ഇൻസ്റ്റൻസസ്. അതിലൊന്നാണ് ഈ ലിയോൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരാൾക്ക്, ബില്യണർ ആയിട്ടുള്ള അപ്പോളോ ഗ്രൂപ്പ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആളുകൾ. അപ്പോളോ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ഓഫ് അപ്പോളോ ഗ്രൂപ്പ് ആയിട്ടുള്ള ലിയോൺ ബ്ലാക്ക് എപ്സ്റ്റീൻ ഒരു 170 മില്യൺ ഷെൽ കോർപ്പറേഷൻസ് ത്രൂ പേ ചെയ്തെന്ന് പറയുന്നത്. ഫോർ വാട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ടാക്സ് അഡ്വൈസിന് വേണ്ടിയിട്ടാണ്. സോ ടാക്സ് അഡ്വൈസിന് വേണ്ടിയിട്ട് മാത്രം 170 മില്യൺ പേ ചെയ്തിട്ടുണ്ട്.
The advice was later deemed not useful or already public knowledge. സോ ഈ അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്വൈസ് എന്ത് അഡ്വൈസിനാണ് പേ ചെയ്തതെന്ന് ചോദിച്ചപ്പം അല്ലെങ്കിൽ അന്വേഷിച്ചപ്പം കിട്ടിയത് ഇത് നോട്ട് യൂസ്ഫുൾ അഡ്വൈസ് അല്ലെങ്കിൽ ഓൾറെഡി പബ്ലിക്കിന് അറിയുന്ന ഒരു അഡ്വൈസ്. ഇപ്പം ഇന്നത്തെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT അടിച്ചു നോക്കിയാൽ കിട്ടുന്ന അഡ്വൈസാണ് എപ്സ്റ്റീൻ കൊടുത്തത്. ആ അഡ്വൈസിന് വേണ്ടിയിട്ടാണ് 170 മില്യൺ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളത്. വെരി ഫിഷി എഗെയിൻ. പിന്നെ വേറെ ഒന്ന് ഡൂഷ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള കവറപ്പാണ്. ഇത് കോമഡിയാണ്. കാരണം ലൈക്ക് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു UPI ട്രാൻസാക്ഷൻ 10,000 മുകളിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുക, ഒന്നെങ്കിൽ 99999 എന്ന് പറയുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കോടികളുടെ കാര്യത്തിലായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡൂഷ് ബാങ്ക് ഈസ് വൺ ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് എപ്സ്റ്റീന് ഒബ്വിയസ്ലി അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എപ്സ്റ്റീൻ്റെ കൂടെ ഡൂഷ് ബാങ്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എപ്സ്റ്റീൻ്റെ പല ഫൈനാൻസസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആൻഡ് ദ ബാങ്ക് വാസ് ഫൈൻഡ് ബിക്കോസ് ഓഫ് എപ്സ്റ്റീനും ബിക്കോസ് ഓഫ് ഈ കേസും കാരണം ബാങ്ക് വാസ് ഫൈൻഡ്. റീസൺ എന്ന് പറയുന്നത് ഇഗ്നോർഡ് ഓൾമോസ്റ്റ് എവറി സിംഗിൾ വൺ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയേഴ്സ്. സോ എപ്സ്റ്റീന് വേണ്ടിയിട്ട് എല്ലാ ബാങ്കിങ് പ്രൊസീജിയറും അല്ലെങ്കിൽ എല്ലാ ബാങ്കിങ് പോളിസീസും ഇഗ്നോർ ചെയ്ത്, ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ ലോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പോളിസീസ് ബാങ്ക് വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ച്, ഈവൻ അത് ഒരു വലിയ ഹെൽപ്പായിട്ട് മാറി എപ്സ്റ്റീന് പിന്നീട്. സോ അതിൻ്റെ ഒരു ത്രൂ ഔട്ട് ഇയേഴ്സ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബാങ്ക് അക്സെപ്റ്റഡ് കണ്ടിന്യൂസ് ലാർജ് ക്യാഷ് വിഡ്രോവൽസ്. സോ ഫോർ എക്സാമ്പിൾ ഒരാൾ $10,000 വിഡ്രോ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇത് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഓൺ നോട്ടീസ്. അതിനായിട്ട് ബാങ്ക് എംപ്ലോയീസ് ഉണ്ട് ഇത് ട്രാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം ഒബ്വിയസ്ലി എന്താ പറയുക, ഒരു സ്ട്രെഞ്ച് ബിഹേവിയറാണ് ഡെയിലി ഈ ഒരു എമൗണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 10,000 ലിമിറ്റ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 9,999 ഇത് അല്ലെങ്കിൽ 9,990 ആണ് എക്സാക്റ്റ് എമൗണ്ട് എപ്സ്റ്റീൻ പലതവണയായിട്ട് പിൻവലിച്ചത് കണ്ടിന്യൂസ് ഡേയ്സിൽ. ഇപ്പം ഇത് എന്താ പറയുക, ഫ്ലാഗ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ എപ്സ്റ്റീൻ്റെ കേസിൽ ഇത് ഫ്ലാഗ് ചെയ്യപ്പെട്ടില്ല. സോ ബാങ്ക് ജസ്റ്റ് അക്സെപ്റ്റഡ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ദാറ്റ്. അത് ട്രാൻസ്പാരൻറ്റ് വയലേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കുക, ഓഫ് ഹൈഡിങ് ഇല്ലീഗൽ മണി മൂവ്മെൻറ്റ്. ആൻഡ് കവറപ്പ് ഓഫ് ഹയസ്റ്റ് ലെവൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി ഈ വെക്സ്നർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആയിട്ടുള്ള വെക്സ്നർ ഇത് നോൺ പ്രോഫിറ്റ് ആണ്. ഒരു ഇതിൽ വെക്സ്നർ ഉപയോഗിച്ചിട്ടാണ് എപ്സ്റ്റീൻ പല ട്രാൻസാക്ഷൻസും നടത്തിയിട്ടുള്ളത് വെക്സ്നർ ഫൗണ്ടേഷൻസിലൂടെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദി ഹൈലൈറ്റ് അതിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ $2.3 million to Ehud Barak, who was previous Prime Minister of Israel, and also previous head of Israeli military intelligence. ഈ പറയുന്നത് ഈ വെക്സ്നർ ഫൗണ്ടേഷനും വിക്ടോറിയ സീക്രട്ടുമായിട്ടുള്ള കണക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു നോട്ട് പറയാനുള്ളത്, ഈ വിക്ടോറിയ സീക്രട്ട് എന്ത് തരം ബ്രാൻഡാണെന്നുള്ളതും ലോഞ്ചറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ വിക്ടോറിയ സീക്രറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിനോ അല്ലെങ്കിൽ മോഡലിങ്ങിനോ വേണ്ടി പങ്കെടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ വരെ എപ്സ്റ്റീൻ്റെ ഒരു സെക്സ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കിലേക്ക് ഹയർ ചെയ്യാൻ ഒരു സ്കൗട്ടിങ് നടന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. സോ anyway, now the case against Israel. So ഇത് വലിയൊരു കോൺസ്പിറസിയാണ്. ഇസ്രായേൽ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൊസാദിൻ്റെ സ്പൈ ആയിരുന്നു, അല്ലെങ്കിൽ മൊസാദിൻ്റെ അസറ്റായിരുന്നു, അല്ലെങ്കിൽ US മൊസാദ് ഡബിൾ ഏജൻ്റാണ് എപ്സ്റ്റീൻ എന്നൊക്കെ പറയുന്നുള്ളത്. സോ വീണ്ടും ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫാക്ട്സ്. എന്താണ് ഇതിൻ്റെ ഫാക്ട്സ് എന്നുള്ളത്. ഇപ്പം ഇത് തെറ്റിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പേരുകൾ പറഞ്ഞു പോവാം.
ഒരു ലിസ്റ്റ് ഓഫ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാളല്ല, പല പ്രൈം മിനിസ്റ്റേഴ്സും എപ്സ്റ്റീനായിട്ടുള്ള പബ്ലിക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഷിമോൺ പെരസ് 1980s ആണ്. ഷിമോൺ പെരേസ് ആണ് ഈ ഇഹൂദ് ബറാക്ക് എന്ന് പറയുന്ന പിന്നീട് പ്രൈം മിനിസ്റ്ററായിട്ട് വന്ന ഒരാളെ എപ്സ്റ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇഹൂദ് ബറാക്കാണ് ഏറ്റവും കൂടുതൽ റിലേഷൻസ് എപ്സ്റ്റീനായിട്ടുള്ളത്. ഈവൻ എപ്സ്റ്റീൻ്റെ ന്യൂയോർക്കിലെ അപ്പാർട്ട്മെൻറ്റിൽ പോലും ഇയാൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്തിന് ഒരു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ, വൈ വുഡ് ഹി സ്റ്റേ ഇൻ എപ്സ്റ്റീൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ്? എപ്സ്റ്റീൻ്റെ അപ്പാർട്ട്മെൻറ്റ് അത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, അല്ലെങ്കിൽ ദി ബിഗ്ഗസ്റ്റ്, ന്യൂയോർക്കിലെ ദി ബിഗ്ഗസ്റ്റ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ചിലപ്പം അതുകൊണ്ടാവാം. എഹൂദ് ഓൾമർട്ട് എപ്സ്റ്റീൻ്റെ അസോസിയേറ്റ് ആയിട്ട് പറയപ്പെടുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ കണക്റ്റഡ് ടു എപ്സ്റ്റീൻ. ആൻഡ് ദെൻ അഗെയിൻ എഹൂദ് ബറാക്ക്. ഇവിടെ സോ മെനി കണക്ഷൻസ്. സോ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈംസ് എപ്സ്റ്റീൻ്റെ ന്യൂയോർക്കിലെ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്തു. ഈവൻ ഫോട്ടോ വരെ ഉണ്ട് അയാൾ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നേറ്റോ. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയോ കാണുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എപ്സ്റ്റീൻ്റെ ഫ്ലാറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്ട്രീറ്റിൽ നിന്നും എടുത്ത ഫോട്ടോ ആണ്. പിന്നെ എപ്സ്റ്റീൻ ഫണ്ടഡ് ബറാക്സ് ഡിഫൻസ് ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പ്. എഹൂദ് ബറാക്ക് എന്ന് പറയുന്ന ഫോർമൽ ഇസ്രായേലി മിലിറ്ററി ഇൻ്റലിജൻസ് ഹെഡും കൂടെയാണ്. അപ്പോൾ ഇയാൾക്ക് ഡിഫൻസ് ഇൻ്റലിജൻസ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അത് ഫണ്ട് ചെയ്തത് എപ്സ്റ്റീനാണ്. ഓഫ് കോഴ്സ് അതും ആ ഒരു സ്റ്റാർട്ടപ്പും ലിങ്ക്ഡ് വിത്ത് ഇസ്രായേലി ഇൻ്റലിജൻസ്. ആൻഡ് ഇവിടുന്ന് ചെറിയൊരു ടാൻജൻറ്റ്, ഒരുപാട് അങ്ങോട്ട് വഴുതി പോവാതെ ചെറിയൊരു ടാൻജൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെക്സ്നർ ഫൗണ്ടേഷനെ പറ്റി നമ്മൾ പലതവണ മെൻഷൻ ചെയ്തു. വെക്സ്നർ ഫൗണ്ടേഷനാണ് എപ്സ്റ്റീനെ എനേബിൾ ചെയ്തത്, ഇത്രയും വലിയൊരു എംപയർ എപ്സ്റ്റീന് കിട്ടുന്നത്. ഈ വെക്സ്നർ ഫൗണ്ടേഷന് ഒരുപാട് സ്പോൺസേഡ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു വലിയ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരുപാട് സ്പോൺസേഡ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വാസ് അറ്റ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ സ്പെസിഫിക് ആയിട്ട് ഇസ്രായേലി മിലിറ്ററി or ex-military included ആയിരുന്നു. ഓൾസോ സിവിൽ ഇസ്രായേലി ഒഫീഷ്യൽസ്. സോ ലൈക്ക് മുമ്പ് ഡിപ്ലോമാറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ മുമ്പ് ഗവൺമെൻറ്റിലോ വർക്ക് ചെയ്ത ആൾക്കാർ ഇവിടെ ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്പോൺസേഡ് പ്രോഗ്രാമിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ US വന്നിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ പറയുന്നത് ലീഡർഷിപ്പ് പഠിക്കാനാണ് വന്നതെന്നാണ് ഈ പറയുന്ന ഇസ്രായേലി ഒഫീഷ്യൽസ്, മിലിറ്ററി ആൻഡ് സിവിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ മുമ്പ് ഡിപ്ലോമാറ്റ്സ് ആയിട്ടിരുന്ന ആൾക്കാർ US മൂവ് ചെയ്ത് ഈ ഹാർവർഡ് യൂണിവേഴ്സിറ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാണ് ഒരു വാക്കെയാണ്. പക്ഷേ അത് പാരലായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് അവർക്ക് ഒരു നെക്സസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു വലിയ ഫോംഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണത്, വിച്ച് ഈസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഓഫ് കോഴ്സ്. അതെ, അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വെക്കാൻ, ഇപ്പോൾ ടാൻജൻ്റ് എടുത്തതുകൊണ്ട് ഈ കണക്ഷൻസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാനുള്ളത്, മുമ്പ് മെൻഷൻ ചെയ്ത് നമ്മൾ ബിൽഗേറ്റ്സിനായിട്ടുള്ള അതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, ഇതൊന്നും ഫണ്ണി അല്ല പക്ഷേ എല്ലാത്തിലും നമുക്ക് കുറച്ച് ചിരിക്കാമല്ലോ. ഫണ്ണി ആയിട്ടുള്ള എലമെൻറ്റ് ബിൽഗേറ്റ്സിൻ്റെ ഡിവോഴ്സാണ്. ഈവൻ ബിൽഗേറ്റ്സിൻ്റെ ഡിവോഴ്സിനുള്ള കാരണം വരെ പറയുന്നത് ലൈക്ക് ബിൽഗേറ്റ്സും എപ്സ്റ്റീനുമായിട്ടുള്ള കണക്ഷൻ വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് പുറത്ത് വന്നപ്പോൾ ഒബ്വിയസ്ലി അതൊരു കാരണമാണെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം അതല്ലാതെ എനിക്ക് തോന്നുന്നു വെരി ലോങ് മാരേജ്, ബിൽഗേറ്റ്സ് ആവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചതാണ്, എന്നിട്ട് പോലും അത് തെറ്റിപ്പോകണം എന്നുണ്ടെങ്കിൽ there is something to it. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊമിനൻറ്റ് ഫിഗേഴ്സുമായിട്ട് എപ്സ്റ്റീനുള്ള കണക്ഷൻ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതുകൂടാതെ ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് ജേർണലിസ്റ്റിനെതിരെ ഈ സയനിസ്റ്റ് കമൻറ്റേറ്റേഴ്സ് ഇന്ന് കുറച്ചും കൂടെ ഹിഡൻ ആണ്. ഇപ്പം ഒരുപക്ഷെ ചിലപ്പം
കാരണം അല്ലെങ്കിൽ ട്വിറ്റർ കാരണം ഒന്നും കൂടെ പബ്ലിക്കായി ആരൊക്കെയാണ് ഫോർ ഓർ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രൊപ്പഗൻഡിസ്റ്റ് എന്നുള്ളതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഓപ്പണായി. പക്ഷെ മുമ്പ് സോ കോൾഡ് സയനിസ്റ്റ് കമൻറ്റേറ്റേഴ്സ് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ABC ന്യൂസും അല്ലെങ്കിൽ വിക്കിവാഡിനെ പറ്റിയുള്ള ജേർണലിസ്റ്റിനൊക്കെ പറ്റി പറഞ്ഞ് എപ്സ്റ്റീനെതിരെ ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പോൾ അവരെ വിളിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ എപ്സ്റ്റീനായിട്ടുള്ള കണക്ഷൻ ആയിട്ട് പുറത്തു കൊണ്ടുവരുന്ന ഏതൊരു ജേർണലിസ്റ്റിനെയും ആൻറ്റി സെമൈറ്റ്സ് എന്ന് വിളിച്ച് അബ്യൂസ് ചെയ്യല്ല, ആ ഒരു ടാഗ് ഇട്ടാൽ ഒരാളെ റേസിസ്റ്റ് എന്ന് വിളിക്കുന്ന പോലെ തന്നെ ആണല്ലോ അത്, അല്ലെങ്കിൽ ഈവൻ വേഴ്സ് ബിക്കോസ് ഓഫ് ഹോളോകോസ്റ്റും അതുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്രായേലായിട്ട്. ഓക്കെ, നെത്തന്യാഹുവിനെ വിട്ടുപോയി. ഈവൻ നെത്തന്യാഹുവിനെ ആയിട്ടുള്ള കണക്ഷനും ഈവൻ റീസെൻറ്റ് ഇമെയിൽസിൽ നെത്തന്യാഹുവിനായിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഒരു ലിങ്ക് വരുന്നത് ഈ യഹൂദ് ബറാക്ക് എന്ന് പറയുന്ന ഫോമർ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഐ ഡോണ്ട് നോ, മൻമോഹൻ സിംഗ് ഫോർ എക്സാമ്പിളാണ് പറയുന്നത്. ഈ മൻമോഹൻ സിംഗിന് ഇതേപോലുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ വേണ്ട എപ്സ്റ്റീനായിട്ട് തന്നെ കണക്ഷൻ ഇതേപോലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എത്രത്തോളം വിയേർഡാണ് അത് എന്നുള്ള, ഒരു കൺട്രിയുടെ ഫോർമർ ഹെഡ് ഇതേപോലെ ഒരു സെക്സ് ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഒരു വേൾഡ് നോൺ ഫൈനാൻഷ്യൽ ഫ്രോഡായിട്ടുള്ള ഓൾറെഡി അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോയി കാണാനും കൂടെ ടൈം ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിയേർഡ് ആണ് അത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കേസ് മുമ്പോട്ട് പോകുന്നതും എപ്സ്റ്റീൻ്റെ അറസ്റ്റ് സംഭവിക്കുന്നത്. ഫൈനൽ നേരത്തെ പറഞ്ഞ സ്വീറ്റ് ഹാർട്ട് ഡീലല്ല, പ്രാവശ്യം ജയിലിൽ അകപ്പെടുന്നത്. എഗെയിൻ കൺസ്പിറസിയൊക്കെ ഒഴിവാക്കിയിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. എന്നാലും ഇതിൽ ചിലപ്പം ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാനായിട്ട് എൻ്റെ തോട്ട്സ് ആഡ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് കൺസ്പിററ്റോറിയൽ ആയിക്കൂടായില്ല. അപ്പോൾ ജയിലിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിൽ വെച്ചിട്ടാണ് എപ്സ്റ്റീൻ മരിക്കുന്നത്. അപ്പം ഈ കേസ് അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചില ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ എപ്സ്റ്റീന് ജയിലിൽ വെച്ചിട്ട് മരിക്കപ്പെടുന്നു അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ്. സൂയിസൈഡ് ആണെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടിങ്ങും, സൂയിസൈഡ് ആണെന്നാണ് പറയപ്പെടുന്നതും. ഇപ്പോൾ ഇതിൽ ഒരു 2-3 പോയിൻറ്റ്സ് ഉണ്ട് ഇതിലെടുത്ത് പറയാൻ. ഇതെന്തുകൊണ്ട് സസ്പീഷ്യസ് എന്ന്, ഞാൻ ഇതിനെ എന്തുകൊണ്ട് സസ്പീഷ്യസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് US ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ജേർണലിസ്റ്റൊക്കെ ഇതിനെന്തുകൊണ്ട് സസ്പീഷ്യസ് എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിലൊരു പോയിൻ്റാണ് അന്നത്തെ ആ ഒരു സ്പെസിഫിക് ടൈമിൽ ഗാർഡ്സ് ഉറങ്ങിപ്പോയി എന്നുള്ള. ഇപ്പം മനസ്സിലാക്കണം, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിസണർ ഓഫ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ചിലപ്പം ഡിപ്ലോമാറ്റിക്കലി അല്ലെങ്കിൽ ഫോറിൻ പോളിസി ബേസ്ഡ് ആയിട്ടൊന്നും ആയിരിക്കില്ലെങ്കിലും ഡൊമസ്റ്റിക്കലി വെരി ഇമ്പോർട്ടൻറ്റ് പ്രിസണർ. കാരണം ഒരുപാട് US പ്രസിഡൻസിനായിട്ട് വരെ കണക്ഷൻസ് ഉണ്ട്, US പൊളിറ്റീഷ്യൻസിനായിട്ട്, ബില്യനേഴ്സായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഉള്ളൊരു പ്രിസണറാണ്. എന്നിട്ട് പോലും കൃത്യസമയത്ത് ഗാർഡ്സ് ഉറങ്ങിപ്പോയി എന്നുള്ളത് ചെക്ക് ചെയ്യാതെ റൗണ്ട്സിന് പോവുമല്ലോ, അങ്ങനെ ആ മരിച്ച സമയത്ത് മാത്രം റൗണ്ട്സിന് പോവാതെ ഉറങ്ങിപ്പോയി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒബ്വിയസ്ലി ക്യാമറ വർക്ക് ചെയ്തില്ല. കുറച്ച് സമയത്തേക്ക് ക്യാമറ വർക്ക് ചെയ്തില്ല. ആദ്യം പറഞ്ഞത് കുറച്ച് സമയം ക്യാമറ വർക്ക് ചെയ്തില്ല എന്നാണ്. ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഭാഗമായിട്ട് അവർ ക്യാമറ ഫുട്ടേജ് റിലീസ് ചെയ്തത് തന്നെ കോൺട്രവേഴ്സിൻ്റെ അതിൽ 1 മിനിറ്റ് മിസ്സിങ് ആണെന്നുള്ള. അപ്പം ക്യാമറ ആ ഒരു സമയത്ത് മാത്രം മാൽ ഫങ്ഷനിങ് ആയിപ്പോയി എന്നുള്ളത്. പിന്നെ ഹാങ് ചെയ്തിട്ടാണ് തൂങ്ങി മരിച്ചതാണ് പറയപ്പെടുന്നത്. തൂങ്ങി മരിച്ച രീതിയിലാണ് ബോഡി കണ്ടെത്തിയത്. ഈ തൂങ്ങി മരിച്ച ഒരാൾക്ക് എന്താ പറയുക, ശരീരത്തിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ 4 എന്താ പറയുക എല്ലുകൾ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ചില എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ അങ്ങനെ തൂങ്ങി മരിച്ച ഒരാൾ വലിയ ഹൈറ്റ് ഇല്ല, തൂങ്ങി മരിച്ച സ്ഥലവും കയറി നിന്ന സ്ഥലവും തൂങ്ങി മരിച്ച സ്ഥലവുമായിട്ട്. അപ്പോൾ അങ്ങനെ 4 എല്ലുകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഒരു സസ്പീഷ്യസ് മാറ്ററാണ് ഉള്ളത്. പിന്നെ
ഈ തൂങ്ങി മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ലോയേഴ്സിനായിട്ട് ഇയാൾ കണ്ട് സംസാരിച്ചിരുന്നു. ഇയാളുടെ ലോയേഴ്സ്, എപ്സ്റ്റീൻ്റെ ലോയേഴ്സിനായിട്ട്. ഇപ്പോൾ ലോയേഴ്സ് ഇതിനെ വിശേഷിപ്പിച്ചത് ഹി വാസ് ഇൻ ഗുഡ് സ്പിരിറ്റ് ആൻഡ് പ്ലാനിങ് ഡിഫെൻസ് എന്നുള്ളതാണ്. അപ്പോൾ കേസിനെ എങ്ങനെ നേരിടാം, പിന്നെ ഇതിൽ വിശ്വാസമുണ്ട് സക്സസ്ഫുള്ളായി പുറത്തു വരും എന്നുള്ള വിശ്വാസമുണ്ട്. എഗെയിൻ ജസ്റ്റിസ് സിസ്റ്റം, ഡെമോക്രസി, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾക്ക് എന്താ പറയുക, കോർട്ടിൽ കേസ് നടത്തി സക്സസ്ഫുള്ളായിട്ട് പുറത്ത് വരാമെന്ന് പറയുന്നതൊക്കെ ഒരു ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ഒരു 4 പോയിൻറ്റ്സ്, ഗാർഡ്സ് ഉറങ്ങിപ്പോയി, ക്യാമറാസ് വർക്ക് ചെയ്തില്ല എന്നുള്ളത്, പിന്നെ ഹാങ് ചെയ്ത രീതിയിലും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ, അസ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ലോയേഴ്സ് പറഞ്ഞത് ഹി വാസ് ഇൻ ഗുഡ് സ്പിരിറ്റ്സ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ചില ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയാം. ഒന്ന്, ഒരു സെൽമേറ്റ് ഉണ്ടായിരുന്നു. ആ സെൽമേറ്റ് എപ്സ്റ്റീൻ തൂങ്ങി മരിക്കുന്ന ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് സെൽമേറ്റ് അവിടെ ഇല്ല, ആ സെല്ലിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതും വേറൊരു പോയിൻ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഫിസിക്കൽ എവിഡൻസ്, സൂസൈഡായിട്ടുള്ള ഫിസിക്കൽ എവിഡൻസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ 6 feet ടോളാണ് എപ്സ്റ്റീൻ. മാനേജ് ടു ഹാങ് ഹിംസെൽഫ് ഫ്രം ദ ലോവർ ബങ്ക് ഓഫ് ഹിസ് ബെഡ്. അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് വായിക്കുക. ദ ആക്ട് റിസൾട്ടഡ് ഇൻ 4 small bones in his neck being broken. Forensic experts, including Michael Baden, a renowned pathologist who reviewed the autopsy documents, stated that these injuries very rarely break when people are hanged, but are often associated with strangulation. Baden concluded this is not a case of suicide. So ഈ മൈക്കിൾ ബാഡൻ എന്ന് പറയുന്ന ഒരാൾ വളരെ നോൺ ആയിട്ടുള്ളൊരു പാത്തോളജിസ്റ്റ്, ഓട്ടോപ്സി ഡോക്യുമെൻറ്റ്സ് റിസർച്ച് ചെയ്തതും റിവ്യൂ ചെയ്തതുമാണ്. എന്നിട്ട് അയാളുടെ ഒരു കൺക്ലൂഷൻ, ഒഫീഷ്യൽ കൺക്ലൂഷൻ അല്ലാതെ അയാളുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ നെക്കിന് പറ്റിയ ഇഞ്ചറീസ്, ഇത് വെരി റയർലി ഇത് തൂങ്ങി മരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുകയുള്ളൂ. ഈ നെക്കിൻ്റെ ഇഞ്ചറീസ് എന്ന് പറയുന്ന സ്പെസിഫിക് ഇഞ്ചറീസ് വെരി റയർലി ഹാപ്പൻസ് വിത്ത് സൂയിസൈഡ്, ഹാങ്ങിങ് യുവർ സെൽഫ്. ബട്ട് മോസ്റ്റ് ഓഫൺ കൂടുതലും ഇത് കണ്ടുവരുന്നത് സ്ട്രാങ്കിൾ ചെയ്യുന്ന, ബാക്കിൽ നിന്നും ഒരാൾ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരാൾ സ്ട്രാങ്കിൾ ചെയ്തിട്ടാണ് കൊന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റൻസസിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്, ഈ നെക്ക് ബോൺ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു വെച്ചത്, അയാളുടെ ഒരു അനാലിസിസിൽ പറഞ്ഞു വെച്ചത് ദിസ് ഈസ് നോട്ട് എ കേസ് ഓഫ് സൂയിസൈഡ് എന്നുള്ള. പിന്നെ ഓഫ് കോഴ്സ് ഡെത്തായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് ഇൻ്റലിജൻസ്, പൊളിറ്റിക്കൽ ഓവർസൈറ്റ്, CIA കണക്റ്റഡ് ഓവർസൈറ്റ്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. എപ്സ്റ്റീൻ്റെ അറസ്റ്റും ഡെത്തും ഒക്കെ ഓവർസീ ചെയ്തത് അറ്റോർണി ജനറൽ ബിൽ ബാറാണ്. ഇപ്പോൾ ഓർമ്മയുണ്ടോ, ഒരു ബാർ എന്നുള്ള പേര് ഓർമ്മ വരുന്നു. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പം ഫസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത ഒരു പേര്, എപ്സ്റ്റീന് ഫസ്റ്റായിട്ട് ജോലി കിട്ടി, യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ ജോലി നേടിക്കൊടുത്ത ഒരാളാണ് ഡൊണാൾഡ് ബാർ. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഈ ഡൊണാൾഡ് ബാറിൻ്റെ മകനാണ് ബിൽ ബാർ. ഈ ബിൽ ബാറാണ് എപ്സ്റ്റീൻ്റെ അറസ്റ്റും എപ്സ്റ്റീൻ്റെ ഡെത്ത് സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ ഓവർസീ ചെയ്തത്. അപ്പോൾ അത് എന്താ പറയുക, അത് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. പിന്നെ ഡിസ്ഇൻഫോർമേഷൻ ആൻഡ് ലൈസ്, നുണകളും പല അത് സംബന്ധമായിട്ടുള്ള ഫേക്ക് ന്യൂസും പുറത്തു വന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ കറൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വരെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സാമ്പിൾ FBI ഡയറക്ടർ കാഷ് പട്ടേൽ ആൻഡ് പാം ബോണ്ടി അറ്റോർണി ജനറൽ. ഇവരുടെ ഇപ്പം ഈവൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ അവരുടെ വൺ ഓഫ് ദ തിങ് നോ ടു ഫോറെവർ വാർസ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നീതി, അതൊക്കെ പറഞ്ഞിട്ടാണ്, അതാണല്ലോ ക്യാമ്പയിൻ. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു സ്മോൾ ഗവൺമെൻറ്റും ബീങ് ട്രാൻസ്പെറൻറ്റും. ഇപ്പം FBI ഡയറക്ടറായിട്ടുള്ള കാഷ് പട്ടേലും പിന്നെ ഡാൻ ബൊഞ്ചിനോ, ഇവർ മുമ്പും ഈ ഇലക്ഷൻ്റെ മുമ്പൊക്കെ പല പോഡ്കാസ്റ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂസിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ് മറച്ചു വെക്കുന്നു, ഇതെന്തായാലും പുറത്തു വരണം, കാണാ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ആ പവറിൽ കിട്ടിയപ്പോൾ ദേ ഹാവ് ദ പവർ ടു റിലീസ് ദാറ്റ്, സ്റ്റിൽ ദേ ഡിഡ്ന്റ്. അപ്പോൾ അത് ഈ ട്രംപിൻ്റെ ബേസിൽ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. കാരണം അതൊരു എന്താ പറയുക, ഡബിൾ സ്റ്റാൻഡേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അത് കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണത്.
അപ്പോൾ അവർക്ക് ചാൻസ് കിട്ടിയപ്പോൾ അവർ ട്രാൻസ്പെറൻ്റ് ആയില്ല എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയില്ല എന്നുള്ളത് മാത്രമല്ല, അവർ പറഞ്ഞു അതിൽ നോ ബ്ലാക്ക് മെയിൽ വാസ് സൂസൈഡാണ്, അതിൽ ഒരു ബ്ലാക്ക് മെയിലോ അല്ലെങ്കിൽ അതിലൊരു ഒളിച്ചു വെക്കലോ ഇല്ല എന്നുള്ളത് വരെ അവരും കൺക്ലൂഡ് ചെയ്തു. അവരെ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി വോട്ട് ചെയ്ത പല പബ്ലിക് ആയിട്ടുള്ള ഫിഗേഴ്സും പറഞ്ഞത് ദാറ്റ് വാസ് എ ഇൻസൾട്ടിങ് മൂമെൻറ്റ് ഫോർ അസ് എന്നാണ്. അവരിപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ വോട്ട് ചെയ്ത് അവിടെ എത്തിയപ്പം എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പോലെ തന്നെ ഇവർ നമ്മളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഇതാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തപ്പം ഒബ്വിയസ്ലി. പക്ഷെ അതിൽ സർപ്രൈസ്ഡ് അല്ല, കാരണം എല്ലാ ഗവൺമെൻറ്റും അങ്ങനെയാണ് അല്ലേ. ഇലക്ഷൻ്റെ സമയത്തൊന്ന് പറയും, അത് ചിലപ്പോൾ ഈവൻ ഗുഡ് ഫെയ്ത്തിലായിരിക്കും അവർ പറയുന്നത്. പക്ഷേ വൺസ് ദേ ഗെറ്റ് എലക്റ്റഡ്, ഈ പറയുന്ന ബ്യൂറോക്രസിയും ഈ പറയുന്ന പവറും ഈ പറയുന്ന പവർ ബിഹൈൻഡ് ദ ഷാഡോസ്, നമ്മുടെയൊക്കെ മുമ്പിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആയിരിക്കും ഏറ്റവും പവർഫുൾ. പക്ഷെ അവരുടെ ബാക്കിലൊക്കെ സ്ട്രിങ് ആയിട്ട് ചെയ്യുന്ന പല ഒലിഗാർക്സും അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഈ ഭരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയ കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ. പിന്നെ അതുമല്ല, ഈ പറയുന്ന ഒരു ദർ ഈസ് എ പാർട്ട് ദാറ്റ് ഒരു പാർട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു പാർട്ടുണ്ട്, ഈ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ള. അത് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിൻ്റ് അതാണ്, ഇതിൽ റീസെൻ്റ്ലി ഉണ്ടായ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാഗം എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഫയൽസ് റിലീസ് ചെയ്താൽ നമ്മളിപ്പം കാണുന്നൊരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഡൊണാൾഡ് ട്രംപ് വാസ് വെരി ഇൻവോൾവ് വിത്ത് എപ്സ്റ്റൈൻ, അല്ലെങ്കിൽ US നാൻസി പെലോസി ഓർ US-ൻ്റെ 2 പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. സൗദിയുടെ കിരീടാവകാശി, അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഡിപ്ലോമാറ്റ്സ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഇവരൊക്കെ ഇതിൽ കണക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ബ്രേക്ക് ആവാണ്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇതിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നോർമൽ സിവിലൈസേഷൻ്റെ ഉള്ളിൽ ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് എന്തിലേക്കാണ് എൻ്റെ പേ, മേ ബി ഇറ്റ് വിൽ എൻഡ് ഇൻ സംതിങ് ഗുഡ്. പക്ഷേ എന്തിലേക്ക് എൻ്റെ പേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എനിക്കൊരു എന്താ പറയുക, ഒരു മോറൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു നല്ല കാരണമാണോ റിലീസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് എന്താ പറയുക, പൊളിച്ചു മാറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിസ് ഫോർ വിക്ടിംസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ദിസ് ഈസ് സംതിങ് മോർ ദാൻ ബ്ലാക്ക് മെയിലിംഗ്, ദിസ് ഈസ് സംതിങ് മോർ ദാൻ പിഡോഫീലിയ, ദിസ് ഈസ് സംതിങ് മോർ ദാൻ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ്. ഇതിൽ മാത്രം ഒതുക്കി തീർക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ കൂടെ ഈ ബ്ലാക്ക് മെയിൽ റിങ്ങിൽ സെക്സ് ട്രാഫിക്കിങ്ങിലും പെഡോഫീലിയയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിക്ടിംസിന് നീതി കിട്ടാൻ ഇതൊക്കെ പുറത്തു വരണം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ, ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ചിലപ്പം പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് റിസേർച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാനുള്ള പ്ലാനിലെല്ലാം നിൽക്കുന്ന സമയത്താണ് പുതിയ ഈ ഇമെയിൽസും കാര്യങ്ങളും പുറത്തു വരുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. ഇമെയിൽസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും. ഫോർ എക്സാമ്പിൾ ഒരു ബിൽ ക്ലിൻ്റൺ ട്രംപ് ആയിട്ടുള്ള വീഡിയോ, അവർ ഒരു ഓറൽ ഇൻ്റർകോഴ്സിൽ ഇടപെടുന്ന ഒരു വീഡിയോ പുട്ടിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലും ലീക്കായിട്ടുള്ള ഒരു ഇമെയിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് ഒരു അപ്ഡേറ്റ്സ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ വൺ തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ, ഇമെയിൽസിൽ ട്രംപിനെ പല പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രംപിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള പല ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാമായിരുന്നു, 2002 ആ ടൈമിലാണ് വീഡിയോ പുറത്തു വരുന്നത്, ഒരുമിച്ച് നിന്നിട്ട് ചിരിച്ച് കളിച്ചുള്ള വീഡിയോ പുറത്തു വരുന്നത്. പക്ഷേ അതിനുശേഷം ഈ പ്രസിഡൻഷ്യൽ റണ്ണിൻ്റെ ഒക്കെ സമയത്ത് ട്രംപ് പറഞ്ഞിട്ടുള്ള ഐ കട്ട് കോൺടാക്ട് വിത്ത് ഹിം ലോങ് ടൈം അഗോ എന്നുള്ള, ഐ ഡിഡ്ന്റ് നോ വാട്ട് ഹി വാസ് ഡൂയിങ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഇമെയിൽസും പുതിയ ഈ ലീക്സും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ട്രംപ് ന്യൂ എവറിത്തിങ്. ഇമെയിലിൽ തന്നെ എപ്സ്റ്റൈൻ പറയുന്നുണ്ട് ഹി നോസ് എവറിത്തിങ്. ട്രംപിൻ്റെ മാറലാഗിലുള്ള ഹൗസിൽ വെച്ചുള്ള ഒരു ഇൻസിഡൻറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ട്രംപിന് ഒരു വിക്ടിമിനായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പുറത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒഫീഷ്യൽ ഇസ്രായേലി സ്പൈ. സോ ഇസ്രായേലി സ്പൈ എപ്സ്റ്റീൻ്റെ ന്യൂയോർക്ക് അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ലീക്സിൻ്റെ ഭാഗമായിട്ട് വന്ന വേറൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഒരു കേസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ളതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറേ പോയിൻറ്റ്സ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ആ കേസ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റിയ ഒരുപാട് പോയിൻറ്റ്സ് അതിലുണ്ട്. അതിലൊന്ന്, എപ്സ്റ്റീൻ ഹെൽപ്ഡ് ബ്രോക്കർ ഇസ്രായേലി സെക്യൂരിറ്റി അഗ്രിമെൻറ്റ് വിത്ത് മംഗോളിയ ആയിട്ടുള്ള ഇസ്രായേലി ഒരു ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി അഗ്രിമെൻറ്റ് നടപ്പാക്കാൻ എപ്സ്റ്റീൻ്റെ ഇൻവോൾവ്മെൻറ്റും എപ്സ്റ്റീൻ അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡിങ്സ് ഈ ലീക്കിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വേറൊരു കാര്യം, എപ്സ്റ്റീൻ ഹെൽപ്ഡ് ഇസ്രായേൽ ഇൻ ബിൽഡിങ് എ ബാക്ക് ചാനൽ ടു റഷ്യ. സോ ഇസ്രായേലും റഷ്യയായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ ഒരു ബാക്ക് ചാനൽ ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എപ്സ്റ്റീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സിറിയൻ സിവിൽ വാറിൻ്റെ സമയത്താണ് ഈ പറയുന്ന പോലെ എപ്സ്റ്റീന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബാക്ക് ചാനൽ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് റഷ്യ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇൻ ഡിസംബർ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് വിൽ വോട്ട് ഓൺ റിലീസിങ് ദ എപ്സ്റ്റീൻ ഫയൽസ്. പക്ഷേ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഓർ മെനിയാന്നൊക്കെ ആയിട്ട് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. ഐ തിങ്ക് 467 വോട്ടഡ് ആസ് യെസ് ആൻഡ് 1 വോട്ടഡ് ആസ് നോ. ഒരാൾ മാത്രമേ നോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പിന്നെ ട്രംപും പറഞ്ഞു ഓക്കെ ലെറ്റ് ഇറ്റ് ബി ഔട്ട് എന്നുള്ള രീതിയിലാണ് ട്രംപും സംസാരിച്ചത്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് ഇത് രണ്ടിനെ പറ്റിയിട്ടും ഒരു സോളോ എപ്പിസോഡ് ചെയ്യണം എന്നായിരുന്നു. കാരണം ഓഷോനെ പറ്റിയിട്ടുള്ള ആ സോളോ എപ്പിസോഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡും കൂടെ സോളോ ചെയ്യാം എനിക്കിഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്നായിരുന്നു ഒരു വിഷ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോളിട്ടത് ഏതാണ്. അപ്പോൾ എനിക്ക് താല്പര്യം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിനെ പറ്റി. അതാകുമ്പോൾ എനിക്കും കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പഠിക്കുകയും ചെയ്യാം. പ്ലസ് അത് നോളജ് ഷെയർ ചെയ്യുന്ന പോലെയാണല്ലോ. പക്ഷേ സർപ്രൈസിംഗ്ലി 90% മോർ ദാൻ 90% ആൾക്കാരും വോട്ട് ചെയ്തത് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചു ഇത് സംസാരിച്ചിട്ട് ഇപ്പോൾ എന്ത് വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം വെറുതെ US ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ US ഒരാളെ പറ്റിയിട്ട് US പൊളിറ്റിക്സിനെ പറ്റിയിട്ട് മാത്രം സംസാരിച്ച് അതൊന്നും ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ, എന്തെങ്കിലും അറിവോ വാല്യൂയോ. ഇപ്പം സോറി ഫോർ ദാറ്റ്, ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി, റെക്കോർഡിംഗ് ഓഫായി പോയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് വാല്യൂ എന്ന് അന്വേഷിച്ച് കിടന്ന ഒരു റീസൺ വേണമല്ലോ ചെയ്യാൻ. പറയുന്ന പോലെ കുറേ ആൾക്കാർ 1 hour പ്ലസ് കണ്ടൻറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ റീസൺ ആക്കി എടുത്ത ഒരു ഫസ്റ്റ് വാല്യൂ ആഡ് എന്ന് പറയുന്നതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഈ MBSനായിട്ടുള്ള ഫോട്ടോ ലീക്കായ സമയത്ത്. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിലാണ് കൂടുതൽ ജീവിച്ചത്. അപ്പോൾ അത് ഞാനൊരു റീസൺ ആക്കി എടുത്ത്, ലൈക്ക് ആ ലീഡർ ഓഫ് ദ കൺട്രി ദാറ്റ് ഐ ലിവ്ഡ് ഇൻ അയാളായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് അറിയാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വെരി ബിഗ് റീസൺ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയത്. ഈ പറയുന്ന പോലെ റീസെൻ്റായിട്ട് വന്ന അപ്ഡേറ്റ്സിൽ ഒരു ഇന്ത്യൻ മിനിസ്റ്ററെ നെയിമും എപ്സ്റ്റീനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹർദീപ് സിംഗ് പുരി, മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് മിനിസ്റ്റർ കൂടെയാണ് അയാൾ. അപ്പോൾ എപ്സ്റ്റീൻ്റെ ഒരു ഇമെയിലിൽ എമംഗ് അതർ വേൾഡ് ലീഡേഴ്സ് ഇയാളുടെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് വേറൊരു ലീക്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വന്നൊരു ലീക്കിൽ ഫൗണ്ട് ഔട്ട് ചെയ്തതാണ് നരേന്ദ്രമോദിയുടെ പേര് മെൻഷൻ ചെയ്തത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീവ് ബാനൻ എന്ന് പറയുന്ന ആൾ ഈസ് ദ ആർക്കിടെക്റ്റ് ഓഫ് മെഗാ ക്യാമ്പയിൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ക്യാമ്പയിൻ്റെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയപ്പെടുന്ന ആളാണ് സ്റ്റീവ് ബാനൻ. ട്രംപിൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് കൂടെയാണ്. 2016 ടൈമിലാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് എപ്സ്റ്റീൻ അയച്ചൊരു ഇമെയിൽ അല്ലെങ്കിൽ അയാളുടെ പേര് മെൻഷൻ ചെയ്തൊരു ഇമെയിൽ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ടു സെറ്റപ്പ് എ മീറ്റിംഗ് വിത്ത് നരേന്ദ്രമോദി.
അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആസ് എ സിറ്റിസൺ അല്ലെങ്കിൽ ആസ് എ കോമൺ മാൻ എന്നുള്ള നിലക്ക് നമുക്കൊന്നും ഇതിൽ ഒരു എഫക്റ്റും ഇല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എലക്റ്റഡ് ഒഫീഷ്യൽസ് ആണല്ലോ, നമ്മുടെ വോട്ട് കിട്ടിയിട്ടാണ് ഇവർ ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു ഡീപ്പ് ആൻഡ് വെരി ബാഡ് ഫിഗേഴ്സ് ആയിട്ടുള്ള കണക്ഷന് അല്ലെങ്കിൽ മീറ്റിങ്സ്, ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് എന്ന് അറിയേണ്ടതും അതെന്താണെന്ന് അറിയേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ലൈക്ക് US ആണെങ്കിലും എവിടെയാണെങ്കിലും നെക്സ്റ്റ് ടൈം വോട്ട് ചെയ്യുമ്പം ഇങ്ങനത്തെ ഈ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ലൈക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ പവറിലേക്ക് കയറ്റുന്നത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും ഒരു റീസണായിട്ട് എനിക്ക് തോന്നി. സോ എനിവേ, ഇത് ഒരു ചെറുതായിട്ടുള്ളൊരു ഡീപ്പ് ഡൈവ് ആയിരിക്കാം, ബോറടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സെയിം ടൈം നേരത്തെ പറഞ്ഞ പോലെ വാല്യൂ കിട്ടിയെന്ന് തോന്നുന്നു. സോ എനിവേ, ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ജെഫ്രി എപ്സ്റ്റെയിൻ. ഇനി ഇപ്പോൾ ഈ ഒരു ചെയ്ത എപ്പിസോഡിന് നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ലിസണേഴ്സിന് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, വൺസ് ദ ഡോക്യുമെൻറ്റ്സ് ആർ ഔട്ട്, എല്ലാം പുറത്തു വന്നതിന് ശേഷം ഐ ക്യാൻ ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഡു മൈ സ്റ്റാഫ്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫോളോ അപ്പ് എപ്പിസോഡ് വി ക്യാൻ ഡു, I mean, sometime later. So, thank you for listening, and bye bye.